വീട്ടിൽ എത്ര സുഖമായി കഴിയുന്നു. എത്ര നല്ല ഉടുപ്പും ആഭരണമാണ് അവൾ അണിഞ്ഞിരിക്കുന്നത്. നിന്നെ ഒന്ന് തൊടാനും ഒരു ഉമ്മ തരാനും ഈ അമ്മയ്ക്ക് കഴിയുന്നില്ലല്ലോ. എന്റെ മോളെ. മോളെ, അച്ഛൻ ബോംബെക്ക് പോവാണ്. ഇനി എന്ന് വരും? മോളുടെ ബർത്ത്ഡേക്ക് ഇങ്ങെത്തും. എന്തോ നാടി നിന്ന് മോങ്ങുന്നത്? ഇവിടെ കാപ്പിയും കീപ്പിയും ഒന്നുമില്ല. നിന്റെ തന്തയും തന്നെ ഇവിടെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു. നീ ചോദിക്കുമ്പോഴേക്ക് എടുത്തു തരാം. വേഗം പള്ളിക്കുറിച്ചിപ്പോ. നീ 4 അക്ഷരം പഠിച്ചിട്ടുണ്ട് നിന്റെ തല തെറിക്കാൻ. പോയി പള്ളിക്കുറത്തിന് നോട്ടം കൊണ്ടിരിക്കുന്നു. രമണി, ഓടുവാ, നേരെ ഒരുപാടായി. ആ കുട്ടിക്ക് എന്നും കരച്ചിലേ ഉള്ളൂ. പാവം കുട്ടി. ആ കുട്ടിയുടെ അമ്മയല്ലെന്ന് തോന്നുന്നു അതിനെ വളർത്തുന്നത്. അവരിന്നാള് അവളെ ഇവിടെ ഇട്ട് അടിക്കുന്നത് കണ്ട്. രമണി, വഴി കിടന്ന് കിട്ടിയതാ. താങ്ക് യു രാധേ. എന്നാ രാധേ മുട്ടായി? എനിക്ക് വേണ്ട. വാങ്ങിച്ചോ? എന്താ മോളെ? അമ്മൂമ്മ മിണ്ടുന്നില്ല അമ്മേ. ചതിച്ചോ ദൈവമേ. അമ്മേ, 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 അയ്യോ. രൂപ ഉണ്ടെങ്കിൽ താ. എണ്ണ ഉഴുന്നും വാങ്ങിക്കണം. ഇതാ മാധവിയമ്മയുടെ പാലിന് വെച്ചിരുന്ന രൂപായ. അവരല്ലേ ഒരു ഭദ്രകാളിയാ. പിന്നെ ആ രൂപ വച്ചിരിക്കുന്ന വല്ലാത്ത സ്ഥാനത്താ. എടുക്കാൻ നേരത്തെ വിഷമിക്കും. ഗോപാല, ഗോപാല, എനിക്ക് നിന്റെ പാലിന്റെ കാശ് വേണം. ആ വയ്ക്കോക്കാരന്റെ ചീത്ത കേൾക്കാൻ എന്നെ കൊണ്ട് വയ്യ. എന്റെ മാധവി, നേരം വെളുത്ത് കട അങ്ങോട്ട് ഒന്ന് വെച്ചല്ലേ ഉള്ളൂ. ആളുകൾ വന്ന് തുടങ്ങട്ടെ. വൈകുന്നേരം വാ, കാശ് തരാം. വൈകുമ്പോ വരാനേ. എന്റെ മുമ്പിൽ കൂടെയാ താൻ കൊടുത്ത കാശ് എണ്ണിക്കൊണ്ട് അവള് പോയത്. കൊഞ്ചാനും കുഴയാനും അവളെ പോലെ എന്നെ കൊണ്ട് ഒക്കില്ല.
എനിക്ക് എന്റെ പാലിന്റെ കാശിഞ്ഞതാ. ഇപ്പൊ വേണേലേ ഞാനൊരു ചായ അടിച്ചു തരാം. ഇതാ അടിക്കട്ടോ. 10 മണിക്ക് ഞാനിവിടെ കൊണ്ട് തരാമെന്ന്. മാതയമ്മ സമാധാനമായിട്ട് പോ. നേരാണോ? 10 മണി കഴിഞ്ഞാലേ ഞാനിങ്ങോട്ടൊരു കരവ് വരും. പിന്നെ എന്റെ വായിരിക്കുന്ന താൻ കേട്ടോണം. അത് പിന്നെ ലോകപ്രസിദ്ധമായ കാര്യമല്ലേ, പ്രത്യേകം പറയണമെന്നുണ്ടോ? എല്ലാ പണിയും തീർന്നമ്മേ. ആ, അങ്ങനെ തീർന്നൊന്നും കരുതണ്ട. ദാ ഈ കുപ്പികളൊക്കെ കഴുകി വെച്ചിട്ട് ആ മൂലയ്ക്ക് അഴുക്ക് തുണിയെല്ലാം ഉണ്ട്, അതൊക്കെ എടുത്ത് കഴുകിയിട്. അമ്മേ, എനിക്ക് വിശക്കുന്നമ്മേ. നിന്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നപ്പം നിന്നെ കുറെ പുന്നരിച്ചു. ഇനി ഞാൻ നിന്നെ ശരിക്കും വളർത്താൻ പോവാണ്. ഇവിടെ കഞ്ഞിയില്ല, കഞ്ഞി വെള്ളമില്ല. ചെന്ന് ഞാൻ പറഞ്ഞ ജോലിയൊക്കെ ചെയ്യും. പൊടിയാത്ത അവള് വന്നിരിക്കുന്നു. അവളെ അമ്മയെന്ന് വിളിച്ച് പുന്നാരിക്കാൻ വന്നിരിക്കുന്നു. മാധവി, നിന്റെ എല്ലാ കഥകളും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അമ്മ മരിച്ചിട്ട് നീ അങ്ങോട്ട് വന്നില്ല. അമ്മൂമ്മ മരിച്ചതിന് ശേഷം നിനക്കൊരു ആശ്രയമില്ലാതായി. ഇനി ഞാനും കൂടി മരിക്കുന്നതിന് മുമ്പ് നിന്നെ വീട്ടിൽ കൊണ്ടാക്കാനാണ് ഞാൻ വന്നത്. ഞാൻ വരുന്നില്ല. നീ ആദ്യം എതിര് പറയുമെന്നും ഒടുവിൽ എല്ലാം സംബന്ധിച്ച് എന്നോട് വരുമെന്നും മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ വന്നത്. ഒടുവിലല്ല, ഒരിക്കലും എനിക്ക് സമ്മതമല്ല. ഞാൻ ആ വീട്ടിൽ വരില്ല അച്ഛൻ. എനിക്കൊരു ഭാഗ്യദോഷം വന്നപ്പോൾ എന്നെ കൈവിടിഞ്ഞ വീടാണത്. പശുവിനെ തീറ്റിയോ പാല് വിറ്റോ എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചോളാം. അച്ഛൻ എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. മാധവി, ഞാൻ നിന്നെ പടിയിറക്കി വിട്ടതിനുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞില്ല എന്ന് സമാധാനിക്കാം. ആ, എന്നെങ്കിലും ഞാൻ മരിച്ചെന്ന് കേട്ടാൽ മനസ്സുണ്ടെങ്കിൽ വന്ന് പിണ്ണം വെച്ചേരാ. കുട്ടിക്ക് അമ്മയില്ലേ? ഉണ്ട്. എന്നിട്ടെന്താ നല്ല ഉടുപ്പിട്ട് ഒരുങ്ങി വരാത്തത്? അമ്മയോട് പറയൂ, ഒരു നല്ല ഉടുപ്പ് വാങ്ങിത്തരാൻ. അയ്യോ, ഞാൻ പറയില്ല, അമ്മ എന്നെ തല്ലു കൊല്ലും. കുട്ടി എന്താ ചോറ് കൊണ്ടുവരാത്തത്? ഉച്ചയ്ക്ക് വിശക്കില്ലേ? അമ്മ എന്നും പറയും കഞ്ഞി വെക്കാൻ അരിയില്ലെന്ന്. ഞാൻ എപ്പോഴും പറയാറുള്ള രാധ, ഇവളുടെ വീട്ടിൽ കഞ്ഞി വെക്കാൻ അരിയില്ലെന്ന്. ഞാൻ പുസ്തകം വെച്ചിട്ട് വരാം, നീ പോയിക്കളയല്ലേ? ഇന്നൊന്നും കഴിച്ചില്ലേ? ഇല്ല. വിശന്നാണോ എന്റെ മോൾ പഠിക്കാൻ പോകുന്നത്? മോളെ, അയ്യോ. അമ്മേ, അമ്മേ. രാധ ഇനി ഇന്ന് ഇവിടെ വന്ന് കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഇനി 3 ദിവസം കഴിഞ്ഞാൽ മോളുടെ ബർത്ത്ഡേ അല്ലേ? രാധയെ നീ ക്ഷണിച്ചിട്ടുണ്ടോ? എന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ഞാൻ വിളിച്ചു.
രാധ പറയാ അമ്മ അവളെ അയക്കില്ലെന്ന്. എന്തൊക്കെയായാലും എന്റെ മോൾ വരണം. രമണിയുടെയും രാധയുടെയും പിറന്നാൾ നമുക്കൊന്നിച്ചാഘോഷിക്കണം. നിങ്ങൾ രണ്ടുപേരുടെയും പിറന്നാൾ ഒരേ ദിവസമാണ്. എന്റെ പിറന്നാളും അന്ന് തന്നെയാണോ? ആ, രാധയും രമണിയും ഒരേ തിരുവാതിര നാളിലാണ് ജനിച്ചത്. അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? രാധയെ അമ്മ നേരത്തെ അറിയുമോ? ആ, ഏതായാലും എന്റെ മോൾ വരണം കേട്ടോ. തീർച്ചയായും വരണം. അന്ന് എന്റെ അച്ഛനും ബോംബെന്ന് വരുന്നുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും വരാമേ. നേരെ ഒരുപാട് അമ്മ അഴക്കുറേ. ഞാൻ പോട്ടെ. തിടുക്കമാണെങ്കിൽ എന്റെ മോൾ ചെല്ലേ. ടാറ്റാ. നീ ഇതുവരെ എവിടെയായിരുന്നടി? നിന്നോടാ ചോദിച്ചത്, നീ എവിടെയായിരുന്നു? കള്ളം പറയാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല അല്ലേടി? പാടി ഇവിടെ. മാധവി എന്തോ ഒരു കുളം. അതെങ്ങനെ തല്ലാതെ അത് തല്ലാതെ മാധവി. ഏത് നേരവും കാണാമല്ലോ നീ ഈ കൊച്ചിനെ ഇട്ട് ഇങ്ങനെ തല്ലുന്നത്. നീ നൊന്ത് പ്രസവിച്ച കൊച്ചാണെന്ന് ഓർമ്മ വേണം. പിള്ളേർ ഈ പ്രായത്തിൽ വല്ല കുസൃതിയൊക്കെ കാണിച്ചെന്ന് വരും. അതാണ് പ്രായമായാലും പിള്ളേരും തമ്മിലുള്ള വ്യത്യാസം. പാലിന്റെ കാശ്. മോളെ മോളെ ഈ മുറുക്കി തിന്നോണ്ട് ചെന്നിരുന്ന് പഠിക്ക്. അമ്മ ഇനി നിന്നെ തല്ലത്തും മറ്റുമില്ല. ഇത്രയുള്ള ഈ കൊച്ചിനെ ഇങ്ങനെ ഇട്ട് തല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് തോന്നുന്നു? കാന്തന്റെ ജോലി നോക്കിപ്പോടോ. പിന്നെ എന്റെ ജോലി നീയാണോ നോക്കുന്നത്? ഇത് രമണിക്കിരിക്കട്ടെ. കഴിഞ്ഞ ഉത്സവത്തിന് എനിക്ക് കളഞ്ഞു കിട്ടിയതാ. താങ്ക് യു രാജി. നീയാണ് എനിക്ക് ആദ്യമായി ബർത്ത്ഡേ പ്രസന്റ് തന്നത്. രണ്ടു മക്കൾക്കും ഈ അമ്മയുടെ ജന്മദിന ആശംസകൾ. നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ? നീ ആര് ഇവിടെ വന്നു? മാധവി എന്തായി കാണിക്കുന്നത്? ലക്ഷ്മി ഇങ്ങോട്ട് മാറി നിൽക്കാനാണ് പറഞ്ഞത്. നീ ചോദിക്കാതെ വരൂ. അവിടെ ഒരു പുതിയ നാടകം കളിക്കാൻ വന്നു. നാടകം നീ വീട്ടിൽ വന്ന് നിന്നെ
അല്ല, ഇതാര് രാധക്കുഞ്ഞോ? കുഞ്ഞിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ആ മാധവി ഇത്ര അഹങ്കാരിയാണെന്ന് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. അത്രയും മാന്യന്മാരുടെ മുന്നിൽ വെച്ച് എന്തൊരു ധിക്കാരമാണ് അവൾ കാണിച്ചത്. ഒന്നാം തരം ഒരു ചടങ്ങല്ലേ അവളെ അലങ്കോലപ്പെടുത്തി കളഞ്ഞത്. പാവം പെങ്കൊച്ച്, അതിനീ മുതിർന്നവരുടെ പോരും കുശുമും വല്ലതും അറിയാമോ? എന്താ ഈ പോരും കുശുമെന്നാ ഞാൻ ചോദിക്കുന്നത്. ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ മാധവിക്ക് മുന്നും പിന്നും തോട്ടമില്ല. കുറുപ്പത്തിയത്തിന് വീട്ടിലെ ഈ കൊച്ചു തെണ്ടാനായിട്ട് കയറിച്ചെന്നൊന്നുമല്ല, അവിടുത്തെ രമണിക്കുഞ്ഞ് ക്ഷണിച്ചിട്ടാ കയറിച്ചെന്നത്. മോളെ, ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട. പഠിച്ച് മിടുക്കിയാണ് മോള്. നല്ല കുട്ടിയാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. പോച്ചേ, ചേടാ ചായയും കുടിച്ച് കാശും തന്നു. ഇനി മെനക്കെടുത്താൽ ഒന്ന് ഇറങ്ങി പോയിനെ. പിന്നെ ഞങ്ങൾ കാറ്റും കൊണ്ട് കുടിക്കാൻ ഭാവം കണ്ടില്ല. കൊള്ളാം, നല്ലയാളാ. എന്ത് പറ്റി? ആകെ കുഴപ്പത്തിലായി. അതിന് അങ്ങനെയൊന്നും. ചോ, അതല്ലെന്നേ, ഇന്നലത്തെ കത്ത് എന്റെ അമ്മയുടെ കയ്യിലാ കിട്ടിയത്. ചതിച്ചല്ലോ ബ്രഹ്മളെ. ആ പുളിമരത്തിന്റെ അടുത്തുള്ള കുറ്റിക്കാട്ടി വരണമെന്നാണ് ഞാൻ പ്രത്യേകം എഴുതിയിരുന്നത്. അതനുസരിച്ച് നിന്റെ അമ്മ എന്നെയും കാത്ത് ആ കുറ്റിക്കാട്ടി ഇരിക്കുകയായിരിക്കും. ഏതായാലും ഭാഗ്യത്തിന് അതൊന്നും ഉണ്ടാകുകയില്ല. അമ്മയ്ക്ക് എഴുത്തും വായനയും ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ രക്ഷപ്പെട്ടു. ആ കുറ്റിക്കാട്ടിലേക്ക് വരാൻ എഴുതിയിരുന്നത് ഏതാണ്ട് ചീത്ത കാര്യത്തിനാ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പറഞ്ഞുകൂടായോ? അതെ, നമ്മൾ രണ്ടും മാത്രമുള്ള ഒരു ലോകത്ത് വെച്ച് നിന്നോട് എനിക്ക് പറയാനുള്ളതാണ്. ഇന്ന് രാത്രി ചന്ദ്രൻ ഉദിച്ച് അമ്മയെ ഉറക്കി കിടത്തിയിട്ട് നീ ആ പുളിമരത്തിന്റെ അവിടെ വരണം. ബ്രഹ്മളെ, വട്ടത്തിലുള്ള വട എങ്ങനെ നീളത്തിലായി? അത് ഞാൻ ഗോപാലൻ ചേട്ടന് വടമാല ചാർത്താൻ കൊണ്ടുവന്നതാ. എന്നാൽ ഞാൻ തന്നെ അതങ്ങ് ചാർത്തിയേക്കാം. രമണി, എങ്ങോട്ട് പോന്നു? നിന്റെ വീട്ടിലേക്ക്. അനുവാദമില്ലാതെ നിന്നെ ക്ഷണിച്ചതിന് നിന്റെ അമ്മയോട് മാപ്പ് ചോദിക്കാൻ. അയ്യോ പോലെ രമണി, അമ്മ നിന്നെയും തല്ലും. ദേഷ്യപ്പെട്ടിരിക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്യും? രമണിയുടെ അമ്മ എന്ത് സ്നേഹമുള്ളവരാ. എന്റെ അമ്മ അങ്ങനെയല്ല. കരയാതെ രാധേ, എന്റെ അമ്മ എന്നേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അവരെന്നും നിന്റെയും കൂടി അമ്മയാണ്. വരൂ രാധേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. കുപ്പി കൊടുത്തിട്ട് വരാം. നീ ഇവിടെ നിൽക്കൂ. പോകലേ, ഞാൻ ഓടി വരാം. അയ്യോ, രാധ വന്നിട്ട് എത്ര നേരമായി? അമ്മയുടെ കൂടെ രാധ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഓടി ചെന്ന് ആപ്പിൾ കൊണ്ടുവരാം. എന്റെ രാധമോളെ, മോളെ അമ്മ ഒന്ന് ചുംബിച്ചോട്ടെ? ചോദിച്ചിട്ട് വേണോ? സത്യം പറഞ്ഞ ഇവിടെ വരുമ്പോഴാണ് ഞാൻ എല്ലാ വേദനയും മറക്കുന്നത്. രമണിയെ പരിചയപ്പെടാതിരുന്നെങ്കിൽ നല്ലൊരമ്മയെ എനിക്ക് കിട്ടുമായിരുന്നു. മോളെ, എന്റെ പൊന്നു മോളെ. അമ്മയ്ക്ക് എന്നോട് എന്ത് സ്നേഹമാണ്. എന്റെ അമ്മ എന്നെ ഇതുവരെ സ്നേഹത്തോട് തൊട്ടിട്ട് പോലുമില്ല. മോളെ, രമണി എത്ര ഭാഗ്യമുള്ളവളാ. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ആലോചിക്കും, നിങ്ങൾ എന്റെ അമ്മയായിരുന്നെങ്കിലോ എന്ന്. ദിവസത്തേക്കെങ്കിലും നിങ്ങൾക്ക് എന്റെ അമ്മയെ കൂടെ. മോളെ, മോളെ, അമ്മേ, പാല് ഞാൻ കൊണ്ടുപോവാ. ഇന്ന് പാല് നീ കൊണ്ടുപോണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ആ വീട്ടിൽ നിന്ന് കാശ് തന്നിട്ടില്ല. അത് വാങ്ങിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് ഞാൻ അങ്ങോട്ട് ചെന്ന് 2 വർത്തമാനം പറയട്ടെ. എടേ, കളിക്കാനൊന്നും പോകണ്ട. പറമ്പിൽ പുല്ലുള്ള സ്ഥലത്ത് ആ നന്ദിനി പശുവിനെ അഴിച്ചു കെട്ട് അതിന്റെ പാല് വിറ്റിട്ട് വേണം നാളെ അരി വാങ്ങിക്കാൻ.
രാധയെ പശു വലിച്ചുകൊണ്ടോടിയെന്നോ? അതെ, ഞങ്ങൾ രാധയെ കാണാൻ പോവാ. മോളെ, മോള് കുടിച്ചല്ലേ, എന്നിട്ട് അമ്മയോട് വിവരം പറയണം. പോ. ദൈവമേ, എന്റെ കുഞ്ഞിനൊരു ആപത്ത് വരുത്തല്ലേ. എന്റെ മാധവി, ആ രാധക്കുഞ്ഞിനെ ഇങ്ങനെ വളർത്തുന്നതിൽ ഭേദം കൊന്നു കളയുന്ന നല്ലത്. എന്റെ മോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്ന് പറഞ്ഞ് നോക്കത്തില്ലല്ലോ. ഞങ്ങൾ ഈ നാട് ജീവിക്കുന്നവരല്ലേ? അതിനൊക്കെ തിന്നോ നടക്കുന്നറിയാനുള്ള കടമ ഞങ്ങൾക്കുമില്ലേ? അല്ലേ, ബഹളം പിടിച്ച ഒരു പശുവിന് 6-7 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ കയ്യിലല്ലയോ തീറ്റാൻ കൊടുത്തയക്കുന്നത്? ഞാനും കേട്ടു. ലോകത്തൊരമ്മമാരും ചെയ്യാത്ത കൃത്യങ്ങളാ അവരാ കൊച്ചിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. എന്റെ കാശിനിതാ, എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. 6-7 വയസ്സുള്ള കൊച്ചിനെ പെടുത്തുന്ന പാട് നാട് മുഴുവൻ പാട്ടാ. നിങ്ങൾക്ക് വളർത്താൻ ഇഞ്ചോട് തന്നേരെ, ഞാൻ കാര്യമായിട്ട് വളർത്താം. എന്റെ വായി ഇരിക്കുന്നത് കേക്കണ്ടെങ്കിൽ അടങ്ങിയിരിക്കും. ആരെയും നാക്കുകൊണ്ട് ജയിക്കാമെന്നായിരിക്കും. ഒരുപാടൊക്കെ പഠിപ്പിച്ച് കാണുമല്ലേ? രാധയുടെ അവധിക്കാര്യം ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട്. വലിയ വേദനയുണ്ടോ? എനിക്കെപ്പോഴും വേദനയല്ലേ ഉള്ളൂ. ഞങ്ങൾ ഇനി പോട്ടെ. ഞാൻ വിചാരിച്ചു എന്നെ കാണാൻ നിന്റെ അമ്മ വരുമെന്ന്. അമ്മയ്ക്ക് ഈ വീട് അറിഞ്ഞുകൂടല്ലോ രാധേ. എന്നാലും നിന്റെ അമ്മ ഇവിടെ ഒന്ന് വന്നിരുന്നെങ്കിൽ, അവരെ കണ്ടാൽ, അവരൊന്ന് കണ്ടാൽ എന്റെ വേദനയെല്ലാം ഞാൻ മറക്കും. അമ്മയോട് ഞാൻ പറയാം. നിനക്കൊരു മാലയുണ്ടായിരുന്നെങ്കിൽ നീ എന്ത് സുന്ദരിയാകുമായിരുന്നു. രമണിയെ പോലുള്ള കുട്ടികളെ കാണുമ്പോൾ എനിക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാമോ? ഞങ്ങള് പാവങ്ങളാ. പിന്നെ എവിടുന്ന മാലയും വളയും? അയ്യോ, ഞാൻ ഓരോന്നും പറഞ്ഞ് രാധയെ കരയിച്ചു. ഈ മാല രാധയ്ക്ക് തരട്ടെ? വേണ്ട രമണി, അതൊരുപാട് വിലയുള്ളതാ. സ്വർണമല്ലേ? അമ്മയോട് പറയുമോ എനിക്കൊരു മുത്തുമാല വാങ്ങിത്തരേ? എനിക്ക് അത് മതി. ശരി, ഞാൻ അമ്മയോട് പറയാം. ഞാൻ ചെന്നിട്ട് നിന്റെ വിവരം അറിയാൻ അമ്മ കാത്തിരിക്കുകയാണ്. ഞാൻ ഇറങ്ങട്ടെ. സാരമില്ല രാധേ, നീ വേഗം സുഖമാകും. അല്ലേ, രമണി കുഞ്ഞല്ലേ? എന്താ രാധയെ കാണാൻ വന്നിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് പോവാണോ? ഞാൻ നാളെ വരാം. എന്റെ പൊന്നു മോളല്ലേ, ബാ, ഒരു പാത്രം പാല് കുടിച്ചിട്ട് പോവാം. വേണ്ട, എനിക്കിപ്പോ ഒട്ടും വിശപ്പില്ല. ആ, എന്നാ മോളിഞ്ഞു വാ. മോള് രാധയുടെ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അതെ. എന്റെ പൊന്നുമോള് രാധയെ പോലെ അധിക പ്രസംഗിയാവാതെ മിടുക്കേറ്റ് പഠിക്കണം. രാധ നല്ല കുട്ടിയാണല്ലോ. ആഹാ, അതാണ് ദൈവം അവളെ ഞാൻ പോട്ടെ. മോളിഞ്ഞു വാ. വാ. നിന്നെ ഒന്ന് തൊടാൻ ഞാൻ എത്ര കാത്തിരിക്കായിരുന്നു അറിയാമോ? എന്റെ മുഖത്ത് നോക്ക്. എന്നറിയാമോ? കുഞ്ഞിന്റെ ആരാണെന്ന് അറിയാമോ? രാധയുടെ അമ്മ. അല്ലടി മോളെ, ഇഞ്ഞു വാ, എനിക്കൊരു ഉമ്മത. രമണി, എന്റെ മോളെ, നീ സുഖമായി കഴിയുന്നുണ്ടെങ്കിലും എത്ര ദൂരെയാ എന്റെ മോളെ. ഞാൻ പോട്ടെ. രാധയുടെ കൂടെ എന്റെ മോളെ എന്നും ഇവിടെ വരണം. വരുമോ? ആ മോളെ, ഞാൻ എത്ര വർഷം കാത്തിരുന്നെന്നറിയാം. ഞാൻ നിന്റെ ആരാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചു എനിക്ക് ഒരുപാട് ഉമ്മ തന്നു. എന്നോട് കാണിച്ചതിന്റെ പകുതി സ്നേഹം അവരാ രാധയോട് കാണിച്ചാൽ മതിയായിരുന്നു. അല്ലേ അമ്മേ? മോള് മിണ്ടാതെ കിടന്നുറങ്ങും. നേരെ ഒരുപാടായി. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കളിക്കാം. അമ്മ പോയി രാധയെ കണ്ടിട്ട് വരൂ.
ഈ കുട്ടി വീട് കാണിച്ചു തരും. വാ മോളെ. ഞാൻ പാല് കൊണ്ടുവന്ന് കൊടുത്തിട്ട് വരുമ്പോ നിനക്ക് മരുന്ന് വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. എനിക്ക് വിശക്കുന്നമ്മേ. വിശക്കുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? അടങ്ങി ഒതുങ്ങി എവിടെ എങ്ങാനും കിടാ. അമ്മേ, മോളെ. എന്റെ വേദന എല്ലാം പോയമ്മേ. എന്റെ അമ്മ എന്നെ കാണാൻ വന്നു. ഇനി എനിക്കൊന്നും വേണ്ട. ഞാനും എന്റെ മോളെ കാണാൻ വീർപ്പുമുട്ടുകയായിരുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് ആശ്വാസമായി. അമ്മേ, മോളെ ഇതാ മോൾ അച്ഛൻ മുത്തുമാല. കഴിഞ്ഞ ഉത്സവത്തിന് അമ്പലമുറ്റത്ത് ഈ മാല കണ്ടപ്പോ തുടങ്ങിയ ആശയാണ്. എന്റെ മോളിനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അമ്മ മോൾക്ക് ബിസ്ക്കറ്റ് തരാം. ഇനി എന്റെ അസുഖം ഉടനെ ഭേദമാകും. എനിക്കിപ്പോ വേദന ഒന്നും തോന്നുന്നില്ല അമ്മേ. ഞാൻ പോട്ടെ മോളെ. മോളെ ഒന്ന് കാണാനിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല.
കല്യാണി, എടി കല്യാണി. എന്താ ചേച്ചി? ഡീ, ദാ, ഈ പാല് കൊണ്ടൊന്ന് കൊടുത്തേച്ച് കാശിഞ്ഞ് വാങ്ങിച്ചോണ്ട് വാ. എന്നിട്ട് വേണം അരി വാങ്ങിക്കാൻ. രാധകുഞ്ഞിന് കോളേജിൽ ഫീസ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞതോ? ഓ പിന്നെ, അവളിപ്പോ കോളേജിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? വീട്ടിൽ നിന്ന് ജോലിയൊക്കെ ചെയ്ത് പഠിക്കട്ടെ. പിന്നെ അവളെ കോളേജിൽ അയക്കുന്നത് എന്തിനാന്ന് വെച്ചാ അതെനിക്കൊരു അന്തസ്സാ, അല്ലേടി? അയ്യോ, അത് പിന്നെ പറയാനുണ്ടോ? ഞാൻ ഏതായാലും പാലിന്റെ കാശ് വാങ്ങിക്കാൻ പോകുന്നതല്ലേ, അകത്ത് പോയി ഇച്ചിരി പൗഡർ ഇട്ടുണ്ട് പോട്ടെ. അവളുടെ ഒരു പൗഡർ. എന്താ അമ്മേ? നീ ഇന്ന് കോളേജിൽ പോകണ്ട, ഫീസും കൊണ്ട് നാളെ പോയാ മതി. ഫീസ് കൊടുത്തില്ലെങ്കിൽ ഇന്ന് ക്ലാസ്സിൽ കയറ്റില്ലെന്നേ ഉള്ളൂ. സാരമില്ല, ഞാൻ പുറത്തുനിന്ന് പഠിച്ചോളാം. ആ, നിന്റെ ഇഷ്ടം. എല്ലാ പിള്ളേരും വയറും നിറച്ച് കാപ്പി കുടിച്ചോണ്ട് കോളേജിൽ പോകുമ്പോ നീ മാത്രം ഇങ്ങനെ പട്ടിണി കിടന്ന് പോകുന്നത് എന്തിനാ? എനിക്കിന്ന് കാപ്പിയൊന്നും വേണ്ട. ഇവിടെ വേണമെങ്കിലും ഇല്ല. പിന്നെ നിനക്കിത് ശീലമായിട്ട് വർഷം എത്രയായി? മോളെ, രാധ വന്നു. അമ്മേ, രാധയ്ക്ക് കാപ്പി കൊടുക്കണം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. മോളെ വാ, കാപ്പി കുടിക്കാം. നിന്നെ രമണി വിളിക്കുന്നു. എനിക്ക് വേണ്ടമ്മേ, ഞാൻ കാപ്പി കുടിച്ചു. അതെന്റെ മോൾ നുണ പറഞ്ഞതാണ്. നിന്റെ മുഖം കണ്ട അറിയാം ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. ഇല്ലമ്മേ, ഞാൻ കാപ്പി കുടിച്ചിട്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. രാധയ്ക്കയുടെ വലിയ സ്റ്റൈലാണമ്മേ. സത്യത്തിൽ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. രാധ കുഞ്ഞായിരുന്നപ്പോ നിന്റെ അമ്മയോടുള്ളതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി വേണ്ടതെല്ലാം ചോദിച്ചു വാങ്ങിക്കുമായിരുന്നു. ഇപ്പോ നീ വളർന്ന് വലിയ പെണ്ണായിപ്പോയി. അഭിമാനബോധം മൂലം നിന്റെ ഇല്ലായ്മയെ മറയ്ക്കാൻ വിഷമിക്കുന്നു. പക്ഷേ എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല. രമണിയും രാധയും എനിക്കെന്നും എന്റെ മക്കളാണ്. അമ്മേ, പണ്ടത്തെ കൊച്ചു രാധയായിട്ടാണ് ഞാൻ ഇന്നും നിന്നെ കാണുന്നത്. നിന്റെ ഈ മാറ്റം എന്റെ അടുത്ത് വേണോ മോളെ? അമ്മ എന്നോട് ക്ഷമിക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് കാപ്പി കുടിച്ചിട്ടില്ല. നമുക്ക് പോവാം. അപ്പോ പോയി വരട്ടെ അമ്മേ. ഹലോ, ഗുഡ് മോർണിംഗ്. യെസ്, വെരി ഗുഡ് മോർണിംഗ്. എന്താ രവി താമസിച്ചത്? ഞാൻ രാവിലെ ഷട്ടിൽ കളിക്കാൻ വരുന്നത്. നിന്റെ കാര്യം പറഞ്ഞ ശരിയായിരുന്നു. എന്താ അത്ര വലിയ കാര്യം? നിന്റെ ലവിന്റെ കാര്യം. ഓ, എല്ലാവർക്കും ഉള്ളതല്ലേ? അതാ, അങ്ങോട്ട് നോക്ക്. ഇപ്പൊ അല്ല, സാറെന്താ എന്ന് പതിവില്ലാതെ നേരത്തെ? ചിലരെല്ലാം ഇവിടെ ആരെയോ കാത്ത് വെയിലത്തുനിന്ന് വിഷമിക്കുന്നെന്ന് കേട്ടു. ഓ, അങ്ങനെ അനുകമ്പ തോന്നി നേരത്തെ വന്നതായിരിക്കും അല്ലേ? മതിയാക്കടാ. ഞാൻ വേണമെങ്കിൽ പോയേക്കാം. വേണ്ട, തനിച്ച് പോകണ്ട. നിങ്ങൾ അങ്ങോട്ട് നടന്നു. ഞാൻ അവന്മാരൊന്ന് ശരിപ്പെടുത്തിട്ട് വരും. ശരിയാ. രമണി എന്ത് പണിയാ കാണിച്ചത്? ആ രവി അവിടെ ഒറ്റക്കിട്ടിട്ട് പോകുന്നില്ലേ? അവനെ അവിടെ എല്ലാരും ഇട്ട് വാരുന്നു. ഏതായാലും രാജു രാധ ഒറ്റപ്പെടണ്ട. വല്ലവരും വാരിയാലോ? ഞാൻ അല്പം മുമ്പേ നടന്നേക്കാം. ഓക്കെ? ഓ രാധേ, അങ്ങനെ രമണിയെ പറഞ്ഞയച്ചു. പിന്നെ വലിയ മിടുക്ക. നമുക്കിനി പോവാം. എടാ വാസു, നീ എന്നും വലിയ ഡീക്കടിക്കുമല്ലോ, മറ്റത് ചെയ്തു മറിച്ചത് ചെയ്തു എന്നൊക്കെ. അതിനിപ്പോ എന്ത് പറ്റി? ആ വരുന്നത് ആരാണെന്ന് നോക്കി. അത് നമ്മുടെ രമണിയിൽ. അവളെ നിനക്ക് തൊടാൻ ചുണയുണ്ടോ? അത്രയുള്ള കാര്യം. അതൊരു പ്രശ്നമേ അല്ല. നീ ഇങ്ങനെ ചുമ്മാതെ ഗമേടിച്ച മാത്രം പോരാ. ഞങ്ങളുടെ മുന്നിൽ വെച്ച് നീ അവരുടെ കൈക്ക് പിടിക്കണം. ശരി, നിങ്ങൾ നോക്കിക്കോടാ. ചാലഞ്ച്, ചാലഞ്ച്. രമണിയെ കുറച്ച് ദിവസമായി കോളേജിൽ കാണാറില്ലല്ലോ. ഞാൻ ഇന്ന് വരാറുണ്ട്. മിസ്റ്റർ വാസു കാണാഞ്ഞിട്ടാണ്. ആ, ബൈ ദ ബൈ,
ഞാനിപ്പോൾ പുതിയൊരു ഹോബി പ്രാക്ടീസ് ചെയ്യുകയാണ്. അതെന്താ? കൈനോട്ടം. അത് കൊള്ളാലോ. ഇന്ന് പഠിച്ചവരൊക്കെ തൊഴിലില്ലാതെ വലയുന്ന കാലമല്ലേ. വിഷ് ഗുഡ് ലക്ക്. ഞാൻ നടക്കട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് രമണിയുടെ കൈ ഒന്ന് നോക്കണം. എന്റെ കൈ അങ്ങനെയാരും നോക്കണ്ട. എന്റെ ഹോബി അങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത്. വളരെ സോഫ്റ്റാണ്. എന്റെ കൈ വിടാൻ. എടാ, നീ എന്തായി കാണിച്ചത്? നീ ആരടാ ചോദിക്കാൻ ഇവിടെ ഭർത്താവ്? എന്റെ കൈക്ക് പിടിക്കാൻ നീ ആരാണടാ റാസ്കൽ? അന്നാ നിന്റെ കൈയെ പിടിക്കാതെ നോക്കരുത്. വിടടാ, വിടാൻ. ഇപ്പോ പോടാ, പോ. മേത്തൊക്കെ വെള്ളം വീണല്ലോ. ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്തൂടായോ? ഇങ്ങനെയാണോ കാണിക്കുന്നത്? പിന്നെ വെള്ളം പോകുന്നിടത്ത് നിന്നേന്തിനാ? ഇതെന്ത് വേലയാ? തുണിഞ്ഞെടുത്ത് നിങ്ങളുടെ അസിസ്റ്റന്റ് എന്തിയെ? നേരം വെളുത്തപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. പിന്നെ അവനെ കണ്ടിട്ടില്ല. വെള്ളം വെള്ളം വെള്ളം. അവൻ ഇലക്ഷനായി. അവനാ പിടിച്ചു പിടിച്ചു. അയ്യോ, നീ ഇത്രയും നേരം എവിടെ പോയിരുന്നു? കടയിൽ ആളില്ലാത്ത നേരം നോക്കി സ്വല്പ പ്രചരണ വേലയ്ക്ക് പോയത്. നിനക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കരുതായിരുന്നു. ഞാൻ ആലോചിച്ചതാ, നോമിനേഷൻ പേപ്പർ കൊടുക്കാൻ ചെന്നപ്പോഴാ അറിയുന്നത് ഞങ്ങളുടെ വാർഡ് വനിതാ വാർഡാണെന്ന്. അയ്യോ, വനിതാ വാർഡായിരുന്നെങ്കിൽ എനിക്കും നിൽക്കാമായിരുന്നു. ബ്രഹ്മളെ, അങ്ങനെ എപ്പോഴും നീ അങ്ങ് നിന്നോണ്ടിരുന്ന ഞാൻ പിന്നെ എന്ത് ചെയ്യും? നിക്കാന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങ് നിക്കാനാണോ? നിന്ന് കാല് കഴിക്കുമ്പോ പിന്നെ ഒന്ന് ഇരിക്കും. ഇരുന്ന് മുഷിയുമ്പോ പിന്നെ കിടക്കും അല്ലേ? ഗോപാലൻ ചേട്ടൻ എപ്പോഴും എന്നെ കളിയാക്കല്ലേ? ചന്തയിൽ ചെന്ന് പച്ചക്കറി വാങ്ങിച്ചോളൂ. അല്പ രാഷ്ട്രീയം പഠിക്കാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കല്ലേ. വേഗം ചെന്ന് വാങ്ങിച്ചോണ്ട് വാടാ. ചേച്ചിക്ക് അങ്ങനെ പറയാം, ചേച്ചിക്ക് വടയുണ്ട് ജീവിക്കാൻ. നീയും ജീവിക്കാൻ എന്തെങ്കിലും കണ്ടുപിടിക്കേ. ഓ, എന്റെ തലയെഴുത്തിന് ആരെ പറയാം, ഞാൻ അരിയാട്ടി തന്നെ ജീവിക്കണം. എടാ നോക്കിക്കോ, ഇപ്രാവശ്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കും. ഇലക്ഷൻ കഴിഞ്ഞ് വന്നേരെ കാണാമല്ലോ. എന്താടി പെണ്ണെ, നിനക്ക് കണ്ണു കാണാൻ പാടില്ലേ? തനിക്കെന്താ കണ്ണ് പൊട്ടിപ്പോയോ? ആരുടെയാ പൊട്ടുന്നോ കാണാമല്ലോ. കാണാം. അത്ര പേടിപ്പിക്കൊന്നും വേണ്ട. എന്റെ സാധനവും പോയി. നിനക്ക് മാത്രമേ ഉള്ളൂ തേങ്ങ, ബാക്കിയുള്ളവനും കാശ് കൊടുത്താ കിട്ടുപടി. എന്റെ മേത്ത് സൈക്കിൾ കൊണ്ടൊന്ന് മുട്ടിച്ചു. ഇനിയും മുട്ടിക്കും. മുട്ടിക്കും. അതെ അതെ, കാണിച്ചത് ഞാൻ ഉണ്ണിയാണെങ്കിൽ മുട്ടിക്കും. അയ്യോ അയ്യോ, മുളക് മുളക് എരിയുന്നേ. വെള്ളം വെള്ളം വെള്ളം. മണത്ത് നോക്കിയിട്ട് കടിച്ചാ പോരെ? മുളകാ.
ശർക്കരയാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് കഴിച്ചത്. ആ ശങ്കുണ്ണി നല്ലവനാ. എന്നോട് ചോദിക്കാതെ തന്നെ എന്ന് എന്റെ ബ്ലൗസ് വാങ്ങിച്ചോണ്ട് വന്നു. എവിടെ? അയ്യോ, ഇത് എനിക്കെന്തിനാ? നിന്റെ അളവ് അവൻ എങ്ങനെ മനസ്സിലാക്കി? അയ്യോ, സത്യമായിട്ട് ഞാൻ അളവ് കൊടുത്തിട്ടില്ല. ശങ്കുണ്ണി വല്ല പെമ്പിള്ളാർക്കും കൊടുക്കാൻ വാങ്ങിച്ചോണ്ട് വന്നതായിരിക്കും. ശങ്കുണ്ണി, ശങ്കുണ്ണി, അയ്യോ, ഇത് ആർക്ക് കൊടുക്കാൻ വാങ്ങിച്ചത്? അല്ല, ഞാനിത് ആർക്ക് കൊടുക്കാൻ വാങ്ങിച്ചതാ? നീ എന്നോട് ചോദിക്കണം, ചോദിക്കണ്ട, ചോദിക്കുന്നത് മറുപടി പറഞ്ഞാൽ മതി. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഇത് കണ്ടോ? വാറുമൂടി. ആഹാ, അത്രയ്ക്കായോ? ഞാൻ പറയാം. ഇതാ മാധവി തള്ളയുടെ വീട്ടിലെ വേലയുടേതായിരിക്കും. അപ്പോ നീയും പ്രേമിക്കാൻ തുടങ്ങിയോ? നിന്നെ ഞാൻ അയ്യോ, വളവ്, പുളി പുളി എന്തോ കാപ്പിപ്പൊടി വാങ്ങിച്ചില്ലേ? വാങ്ങിച്ചല്ലോ, അതിനകത്ത് കാണും. ഇതെന്തോടി? അയ്യോ, ഇതെങ്ങനെ ഇതിനകത്ത് വന്നു? നീ സിഗരറ്റ് വലിക്കാറുണ്ടോ? ഇല്ല. നീ ബനി ഇടാറുണ്ടോ? ഇല്ല. എനിക്ക് അറിഞ്ഞൂടാ. ആരാണ് നിന്റെ മറ്റവൻ? അയ്യോ, ഈ മറ്റവനെ എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, അയ്യോ, എന്നെ തല്ലല്ലേ. അയ്യോ, 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 എന്നെ തല്ലല്ലേ. രമണി, നിക്ക് രമണി. ഒരു കാര്യം പറയട്ടോ, നിക്ക്. നോക്കാൻ പറഞ്ഞാൽ കുറച്ചുകൂടി കാര്യമായിട്ട് ഞാൻ നോക്കിയ. പിന്നെ എന്റെ പല്ല് പോയെന്ന് പറഞ്ഞിട്ട് നീ കരയരുത് കേട്ടോ. എന്നാ വേണ്ട, ഒരു കുറ്റിക്കാരൻ നടക്കുന്നു. ആദ്യമേ മര്യാദയ്ക്ക് ഇങ്ങ് സമ്മതിച്ചിരുന്നെങ്കിലേ ഈ ഓട്ടോ കൊണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആവശ്യപ്പെടുന്നൊക്കെ സമ്മതിക്കാൻ തുടങ്ങിയാലേ ആഹാ, ഞാൻ പറയുന്നില്ല. പറയണ്ട, ഞാൻ പ്രവർത്തിച്ചോളാം. കുറച്ച് ദിവസം കൂടെ നീ എല്ലാം സഹിച്ചേ പറ്റൂ. പരീക്ഷ പാസ്സായി ഒരു ജോലിയും കൂടി കിട്ടിയല്ലാതെ വിവാഹക്കാരെ അമ്മയോട് പറയാൻ പറ്റില്ല. ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം. എന്റെ പ്രയാസങ്ങൾ ഓർത്ത് വിഷമിക്കരുത്. നിനക്ക് വിവാഹത്തിന് തിടുക്കമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നിന്നെ രക്ഷിക്കാൻ തൽക്കാലം എന്നെ കൊണ്ട് കഴിയുന്നില്ലോ എന്നോർത്ത് ആരോടുന്നില്ലാതെ ഞാൻ പറഞ്ഞു പോയതാണ്. എന്താ എന്റെ രാധയുടെ മുഖം മങ്ങിയിരിക്കുന്നത്? നിങ്ങളോട് ചേർന്നിരിക്കുമ്പോ എല്ലാം മറക്കേണ്ടതിന് പകരം എല്ലാം ഓർത്തു പോവുകയാണ്. ആവശ്യമില്ലാത്തതൊന്നും ഓർക്കണ്ട. വേദനിക്കാനല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ലല്ലോ. എന്റെ രാധേ. രാജു, പ്രിയ സഖി, പ്രിയ സഖി, പ്രിയ സഖി, 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 നീ എന്നെ പിരിയരുതെന്നല്ലേ പനിമതി തൻ കാതിൽ മണിമുകിലിൻ മന്ത്രം വൈശാഖ സന്ധ്യേ ദീപം താഴ്ത്തൂ. പ്രിയ സഖി, നീ എന്നെ പിരിയരുതെന്നല്ലേ പനിമതി തൻ കാതിൽ മണിമുകിലിൻ മന്ത്രം വൈശാഖ സന്ധ്യേ ദീപം താഴ്ത്തൂ. ഹേ രമണീയമേതോ രവിവ
വർണ്ണ ചിത്രം രജനീ കുടീരം ഇതാവോ പ്രിയ സഖി നീ എന്നെ തിരിയരുതെന്നല്ലേ പനിമതി തൻ കാതിൽ മണിമുകിലിൻ മന്ത്രം വൈശാഖ സന്ധി ദീപം താഴ്ത്തേ അണയും വിധ സഖിയോ അഴകിൻ മധുമതിയോ അരികിൽ ചിരിചൊരിയുന്നു ഇതളായി വിടരും കവിതകളോ സഖിനിൻ കരിമീൻ മിഴികൾ കമനീ നീ എന്നിൽ കരവല്ലി ചേർത്തേ കാമുകിൽ തുമ്പിൽ തൂവിന്നലേ പ്രിയ സഖി നീ എന്നെ തിരിയരുതെന്നല്ലേ തനിമതി തൻ കാതിൽ മണിമുകിലിൻ മന്ത്രം വൈശാഖ സന്ധി ദീപം താഴ്ത്തേ ആ രാധ കൊള്ളാമല്ലേ? അത് പിന്നെ പറയാനുണ്ട്. നമ്പർ 1 അല്ലേ? ഇവിടെ ഒരു സാധനവും ഇല്ല. ഒരു പാക്കറ്റ് ബിൽസ്. അല്ല, ഇന്ന് അടിയല്ലോ ഉണ്ടാക്കിയോ സാറന്മാരെ? അടിക്കേണ്ട കാര്യമുണ്ടായാൽ അടിക്കും, കൊടുക്കേണ്ടവനെ തിരിച്ച് കൊടുക്കുകയും ചെയ്യും. പിന്നെ ആ രവി എന്ന പയ്യനുണ്ടല്ലോ, അല്പം സൗകര്യമുള്ള വീട്ടിലതാ. ഓ, അവന്റെ വീട്ടിൽ പണമുണ്ടെങ്കിൽ എന്താ, ഞങ്ങൾ മരിക്കണം. അടിക്കേണ്ടി വരാതിരിക്കാനാ ഞാൻ പറയുന്നത്. ഈ കോളേജ് കാമ്പൗണ്ടിന് പുറത്ത് നിങ്ങൾക്കും ചുറ്റി നടക്കണമല്ലോ. അതൊക്കെ പോട്ടെ, ഈ കാര്യത്തിൽ നീ എന്ത് പറയുന്നു? ആ രമണിയേക്കാൾ മിടുക്കി രാധയിൽ. എനിക്കിപ്പം അവളെയാണ് നോട്ടം. ഞാനൊരു കാര്യം പറയുന്നുണ്ട്, വിരോധം തോന്നരുത്. നിങ്ങളെയൊക്കെ പഠിക്കാനെന്നും പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് അയക്കുന്നത്? അതോ കല്യാണം കഴിച്ചുകൊണ്ട് ചെല്ലാനോ? അടങ്ങടാ ദാമോദരൻ, വേണ്ടി വന്നാൽ നിന്നെ അടിക്കും. അത് ഓർമ്മ വേണം. നീ വേണം. ഏയ്, സിഗരറ്റിന്റെ കാശ് എന്നിട്ട് പോണം. ഒരു നിമിഷം നിൽക്കും, ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തിട്ട് വരാം. ശരി, വേഗം പോയിട്ട് വാ. നീ ചെല്ലടാ വാസു, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യും. ആ രാജി പോയെന്ന് പറഞ്ഞത് ശരിയാണോ? ഞാൻ കണ്ടതല്ലേ അവൻ സൈക്കിളിൽ പോകുന്നത്. നീ പേടിക്കൊന്നും വേണ്ട. പേടിയൊന്നും ഉണ്ടായിട്ടല്ല, വെറുതെ എന്തിനാ ഒരു ഏറ്റുമുട്ടലുണ്ടാക്കണമെന്ന് ആ വിചാരിച്ചു. രമണി വരുന്നതിന് മുൻപ് ചെല്ലേ, ഇതൊരു നല്ല സമയമാണ്. രാധയ്ക്കെന്താ എന്നോട് പിണക്കമാണ്? ഞാൻ എന്തിനാ നിങ്ങളോട് പറഞ്ഞത്? അപ്പോൾ പിണക്കമില്ല. പിണക്കവും ഇല്ല, ഇണക്കവും ഇല്ല. ഇണക്കമുണ്ടോന്ന് അറിയാൻ ഇണങ്ങി നോക്കണമല്ലോ. വാസുവിന് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ലേ? ഉണ്ടല്ലോ, ഞാൻ രാധയെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് സ്നേഹമൊന്നും തോന്നുന്നില്ല. ഓ, ആ രാജുവിനെ കണ്ട് നീ പൊങ്ങുകയായിരിക്കും. ആണെന്ന് തന്നെ വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. അങ്ങനെ അങ്ങ് തീർത്ത് പറയാതെ. ഞാൻ വിചാരിച്ചാലും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. എനിക്ക് നിങ്ങളുടെ വീരവാദമൊന്നും കേൾക്കണ്ട. ഒന്ന് സ്ഥലം വിട്ടെന്നാൽ വലിയ ഉപകാരം. ശരി, എന്റെ വീരവാദങ്ങൾ നടക്കുമല്ലോ എന്ന് കാണാം. ആ വാസു എന്താ പറഞ്ഞിട്ട് പോയത്? അയാൾ എന്നെ സ്നേഹിക്കുന്നു. അയ്യോ പാവം, വല്ലാതെ വിഷമിച്ചടക്കുക. അമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. നീ എന്താ നേരത്തെ പോകുന്നത്? ആ, ഇന്ന് നേരത്തെ പോന്നു. ഈ 2 കുന്ത്രാണ്ടവും തൂക്കിക്കൊണ്ട് നടക്കാനാണ് എന്റെ വിധി. അയ്യേ, ഇതിങ്ങനെ റോഡിലൂടെ തൂക്കി പിടിച്ചോണ്ട് വരികയാണോ? നാണമില്ലേ ഇയാൾക്ക്? പിന്നെ പൊതിഞ്ഞോണ്ട് വരാൻ ഞാൻ പെണ്ണാണോ?
നിന്റെ ഈ 2 വയ്യാവേലി എന്റെ കുട്ടയ്ക്കകത്ത് കയറിയത് കാരണം ഞാൻ എന്തുമാത്രം തല്ലുണ്ടെന്നറിയോ? ആഹാ, നിങ്ങളുടെ ഈ ബനിയനും സിഗരറ്റും കാരണം മാധവിയമ്മ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. മാധവിയമ്മ പറയാ നമ്മള് തമ്മിൽ സ്നേഹമാണെന്ന്. ആഹാ, എന്ന് മാധവിയമ്മ പറഞ്ഞു. എന്നാ നമുക്ക് തമ്മിൽ ഇങ്ങ് സ്നേഹിച്ചില്ലേ? എന്താ? എന്നാ? അയ്യോ, ഇതാർക്കുള്ളതാ? രാധക്കുഞ്ഞിനുള്ളതാ. നിനക്കുള്ളതല്ലേ? നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ശങ്കുണ്ണി. എന്നാലേ ശങ്കുണ്ണി ചേട്ടാ, എന്തോ? എനിക്ക് സൈക്കിൾ ഒന്ന് ചവിട്ടാൻ പഠിപ്പിച്ചു തരാവോ? എനിക്കിനി മാർക്കറ്റിൽ നടന്നു പോവാൻ വയ്യ. ആ, അപ്പോഴേ നിന്റെ പേരെന്താ? മാധവമ്മയുടെ പശുവിന്റെ പേരും എന്റെ പേരും ഒന്നാ, കല്യാണി. ആ, ഇനി കല്യാണി കുട്ടിയെ സൈക്കിൾ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നാളെ മുതൽ പഠിപ്പിച്ചു തുടങ്ങാം. ഇപ്പോ സൈക്കിൾ പഠിക്കേണ്ട പരുവാണ്. ആ, ദക്ഷിണ? ദക്ഷിണ തരാം. തീർച്ച തരാവുന്നേ. തരുമോ? തരാം. അല്ലേ താരെ രമണി കുഞ്ഞോ? യോ, കുഞ്ഞു വരുന്ന വിവരം ഇവിടെ രാവിലെ പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേനെ. അല്ലേ ഇവിടെ ഒരു അസത്ത. ഞങ്ങൾ രമണിയുടെ വീട്ടിൽ നിന്ന് കാപ്പി കുടിച്ചമ്മേ. ആഹാ, വലിയ കാര്യായിപ്പോയി. എന്നാലും അതാണോ വേണ്ടത്? നീ ദിവസം അവിടെ ചെന്ന് വലിച്ചു വാരി തിന്നോണ്ട് വന്നോളൂ. എന്നാ കുഞ്ഞിനെ ഒരു ദിവസമെങ്കിലും വിളിച്ചോണ്ട് ഒരു പാത്രം കാപ്പി കൊടുക്കണം നിനക്ക് തോന്നിയോ? എനിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ. എന്റെ പൊന്നു മോളെ, അങ്ങനെയാണോ? നീ ഇന്ന് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോയാ മതി. ശരി രമണി, ഇവിടെ നിൽക്ക്, ഞാൻ പോയി പുസ്തകം എടുത്തിട്ട് വരാം. ആ, പിന്നെ അതിനകത്ത് രാജുവിന്റെ ഫോട്ടോയോ പ്രേമലേഖനോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പരിശോധിച്ച് മാറ്റി വെച്ചിട്ട് കൊണ്ടുവന്നാ മതി കേട്ടോ. പൊടി. അയ്യോ, ഇത് വലിയ പാടാണെന്നേ. അയ്യോ, എന്റെ ശങ്കുണ്ണി ചേട്ടാ, ഓ, ഇത് വിചാരിച്ച പോലെയല്ല, കുറെ കടുപ്പവാ. ഇതിലും കടുപ്പമുള്ള പണികൾ നാളെ നീ പഠിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ബാബാ. അയ്യോ, എനിക്ക് എഴുന്നേക്കാൻ വയ്യ, ഞാനിവിടെ കിടക്കാൻ പോവാ. രാവിലെ മുതൽ പഠിപ്പിച്ചു തുടങ്ങിയല്ലയോ? എനിക്കും വല്ലാത്ത ക്ഷീണം. ഞാനും ഒന്ന് കിടക്കട്ടെ. പിന്നെ മാധവമ്മ പറഞ്ഞത് ഞാൻ ആലോചിക്കുകയായിരുന്നു. അവര് പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ സ്നേഹമാണെന്ന്. എന്നിട്ട് ഈ മനുഷ്യൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്റെ കല്യാണിക്കുട്ടി, എനിക്ക് സ്നേഹം കാണിക്കാൻ അറിയില്ല. ആരെങ്കിലും കാണും. അതിനെന്താ, നമ്മൾ സൈക്കിൾ പിടിക്കും. അയ്യോ വേണ്ട, എന്നെ വേണം. കല്യാണിക്കുട്ടി, അതാരാ വരുന്ന നോക്ക്. അതോ, അയ്യോ, നിങ്ങൾ എന്നെ ചതിച്ചല്ലോ. എന്തോന്ന്? ഞാൻ വീട്ടിൽ പോവാ. വേണ്ട, നീ മുഴുവനും പഠിച്ചിട്ട് പോയാ മതി. വേണ്ട, വേണം, നമുക്ക് ദൂരെ മാർഗം പഠിക്കാം. വേണ്ട, ബാക്കി നാളെ പഠിക്കാം. ഇന്ന് തന്നെ പഠിക്കണം. എനിക്കെന്നെ പഠിപ്പിക്കണം. എനിക്ക് വേഗം. അവരെന്നെ കണ്ടോണ്ടോ തല്ലി കൊല്ലും. ഇങ്ങോട്ട് വാ വേഗം. ദൂരെ മാറിയത് പഠിക്കാം. കാണാതെ പഠിക്കാൻ പറ്റിയ സ്ഥലം. ചുമ്മാ ഇരിക്കുന്നേ. ബ്രേക്ക് പിടിക്കാൻ ഒരു നാളവും ഇല്ല. അല്ല, ഇതാരെ ഇങ്ങോട്ടൊക്കെ വരാൻ വഴി അറിയാമോ? ഞാൻ ആദ്യമായിട്ട് വരുന്നോണ്ടായിരിക്കും എന്നെ കളിയാക്കുന്നത്. അമ്മ എന്നും പറയാറുണ്ട് ഇവിടെ വന്ന് വിശേഷങ്ങൾ അന്വേഷിച്ചാൽ എന്തായാലും. വാസു ഇപ്പൊ പഠിക്കാനൊന്നും പോകുന്നില്ലേ? ഉണ്ടല്ലോ, ഞാനും ഇവിടുത്തെ രാധയുമൊക്കെ ഒന്നിച്ചാണ് പഠിക്കുന്നത്. ആഹാ, എന്നിട്ടാ മൂദേവി കുഞ്ഞിനെ കുറിച്ച് ഒരു അക്ഷരം എന്നോട് പറഞ്ഞില്ല. അമ്മമാർ തമ്മിലുള്ള പരിചയ സ്നേഹം രാധയ്ക്ക് അറിയില്ലായിരിക്കും. എന്നാലും കൊള്ളാമല്ലോ, ഒരു BA കാരി അവളിങ്ങോട്ട് വരട്ടെ. പിന്നെ ഞാനിങ്ങോട്ട് വന്നത് എന്തെങ്കിലും വിശേഷം കാണും. മോൻ അങ്ങോട്ട് കയറി ഇരിക്കെ, നമുക്ക് സംസാരിക്കാം. വേണ്ട, ഇവിടെ ഒന്ന് സംസാരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്താ, മോൻ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇങ്ങോട്ട് വരാൻ തന്നെയാണ് ഞാൻ ലീവ് എടുത്തത്. എന്താ പ്രത്യേകിച്ച്? നമ്മുടെ രാധയുടെ പോക്ക് അത്ര ശരിയല്ല. പലതും അറിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ പറയാനുള്ള ഒരു കടപ്പാട് എനിക്കുണ്ടല്ലോ. എന്താ കാര്യം? തുറന്നു പറ. രാധ പലപ്പോഴും കോളേജിൽ വരാറില്ല. പിന്നെ അവൾ ഇവിടുന്ന് പോകുന്നതോ? അവിടെ ചില വൃത്തികെട്ട ആമ്പിള്ളേരുണ്ട്. അവരുമൊത്ത് പാർക്കിലും ബീച്ചിലും ഒക്കെ ചുമ്മാ കറങ്ങി നടക്കുകയാണ്. വാടകയ്ക്ക് മുറിയെടുത്ത് പകൽ 5 മണി വരെ ചിലരൊത്ത് താമസിക്കാറുണ്ടെന്ന് കേൾക്കുന്നു. ആഹാ, ഇങ്ങനെയൊക്കെയാണോ കഥ? വലിയ പണക്കാരുടെ മക്കളൊക്കെയാണ് കൊണ്ടു നടക്കുന്നത്. ചിലരൊക്കെ സാരിയും മറ്റും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. മതി മതി മതി, എന്റെ ദേഹം അങ്ങോട്ട് വിറഞ്ഞു കയറുന്നു. ഇന്നും ഞാൻ ഒരിടത്ത് വെച്ച് കണ്ടു. വരുമ്പോൾ ചോദിക്കണം എവിടെ പോയിരുന്നു എന്ന്. നല്ല അടി കൊടുക്കണം. അവളിങ്ങോട്ടൊന്ന് വന്നോട്ടെ. വാസുവിനെ ഇന്ന് ക്ലാസ്സിൽ കണ്ടില്ലല്ലോ. ഏതായാലും അന്നാ ഇടി മുഴുവൻ വാങ്ങിയിട്ടും അയാൾ നന്നാന്ന ലക്ഷണമില്ല. അവനത് കിട്ടേണ്ടതാണ്. പക്ഷേ അന്നത്തെ അല്പം കൂടിപ്പോയി. അങ്ങനെ അനുകമ്പ തോന്നിയിട്ട് കാര്യമില്ല രമണി. നമ്മളെപ്പോലെ വീട്ടിൽ ആണുങ്ങളില്ലാത്തവരും ജീവിക്കണ്ടേ? അമ്മ കേൾക്കരുത്.
വരൂ വരൂ. ഇതാ മോളെ, ഇതെല്ലാം അച്ഛൻ ബോംബെന്ന് അയച്ചതാ. ഇത് നല്ല സാരി, ഞാൻ കോളേജിലേക്ക് കൊടുക്കും. അമ്മേ, രാധയ്ക്കൊരു സാരി കൊടുക്കൂ. കണ്ടില്ലേ, ഉള്ളതെല്ലാം കീറിയതാ. ഇതാ മോളെ, ഇത് മോൾക്കിരിക്കട്ടെ. വേണ്ടമ്മേ, രമണിക്ക് അയച്ചു കൊടുത്തല്ലേ, അത് ഞാൻ വാങ്ങിച്ച. രമണിയും രാധയും എനിക്ക് വ്യത്യാസമില്ല. മോളും എന്റെ മോള് തന്നെയാണ്. വാങ്ങിക്കരാതെ, അമ്മ തരുന്നതല്ലേ. വാങ്ങിക്കും മോളെ. വരൂ രാധ, നമുക്ക് കാപ്പി കുടിച്ചിട്ട് വരാം. ചേടാ, എത്ര നേരമായി ഇവള് പഠിക്കാൻ പോയിട്ട്? അമ്മേ, അമ്മേ, ഇത് കണ്ടോ? ഒരു സാരി, വില കൂടിയതാ. ഇത് കണ്ടോ അമ്മേ? എല്ലാം ഞാൻ അറിഞ്ഞടി. നിന്റെ പോക്കും നിന്റെ വരവും. അമ്മേ, മിണ്ടിപ്പോയത്. ഇന്നുകൊണ്ട് നിന്റെ പഠിത്തം ഞാൻ മതിയാക്കി. അമ്മേ, നിങ്ങളെന്റെ പെറ്റമ്മയാണോ? ഒരമ്മയ്ക്കും സ്വന്തം മകളെ ഇത്രയും കാലം ഇത്രയധികം ഉപദ്രവിക്കാൻ മനസ്സ് വരില്ല. എനിക്ക് തോന്നുന്നു എന്നെ വേറെ ആരോ പ്രസവിച്ചതാണെന്ന്. ആരോടോ പ്രതികാരം ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്നെ എടുത്തു വളർത്തിയതാണ്. നിങ്ങൾ എന്റെ അമ്മയല്ല. മോളെ, അല്ല, നിങ്ങൾ എന്റെ അമ്മയല്ല. നിങ്ങൾ എന്റെ അമ്മയല്ല. അല്ല, നിങ്ങൾ എന്റെ അമ്മയല്ല. നിങ്ങൾ എന്റെ അമ്മയല്ല. അല്ല, നിങ്ങൾ എന്റെ അമ്മയല്ല. അല്ല, നീ ഇന്നും ആ പഴയ പന്ന സാരി തന്നെ എടുത്തോണ്ട് വന്നിരിക്കുന്നോ? ഇങ്ങനെ എന്റെ കൂടെ വരണ്ട. ഇന്നലെ കൊണ്ടുപോയ സാരി എവിടെ? ഞാൻ എന്ത് ചെയ്യാനാ? അമ്മയ്ക്ക് ആ സാരി എന്തിഷ്ടായിരുന്നോ? നല്ലൊരു ദിവസം നോക്കി കൊടുക്കാന്ന് പറഞ്ഞ് വാങ്ങി പെട്ടിയിൽ വെച്ചിരിക്കുകയാണ്. എന്നാലേ നിന്റെ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ പുസ്തകം എടുത്തോണ്ട് വരാം. ഞാനൊരു സാരി തന്നത് കാരണം എന്റെ മോൾക്ക് ഒരുപാട് തല്ലുകൊണ്ടല്ലേ അമ്മേ? എല്ലാം എന്നോട് കല്യാണി വന്ന് പറഞ്ഞു. അമ്മയോട് ക്ഷമിക്കുമോളെ. ഇതൊന്നും രമണിയോട് പറയല്ലേ അമ്മേ? വരൂ രാധേ, ഇന്ന് എക്സ്ട്രാ പീരീഡ് ഉള്ളതാ. ഞാൻ വരട്ടെ അമ്മേ. ഞാൻ വരട്ടെ. എന്റെ മോൾക്ക് എപ്പോഴും വേദന മാത്രമാണുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ വിശ്വാസമായോ? രാധയുടെ പെട്ടി പരിശോധിച്ചാൽ ഇനിയും പലതും കണ്ടെന്നു വരും. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് കഴിയുന്നെന്ന് വാസുവിന് അറിയാമല്ലോ. ആ വിചാരം അവക്ക് വേണ്ടേ? ഇത്രയും വില കൂടിയ സാരി ഉടുത്തോണ്ട് നടന്ന കാണുന്നവരെന്ത് പറയും? ഇത് എവിടെ നിന്ന് ചോദിച്ചാ? അതൊക്കെ പോട്ടെ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ നോക്കിയാൽ മതി.
വാസുവിനോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ? കൊള്ളാം, ഞാൻ ജീവിതത്തിൽ നുണയെ പറഞ്ഞിട്ടില്ല. രാധ ഇന്നലെ എന്റെ മുഖത്ത് നോക്കി പറയാണ് ഞാൻ അവളുടെ അമ്മയല്ലെന്ന്. അതിലൊന്നും കാര്യമില്ലെന്ന്. അപ്പോൾ തല്ലുകൊണ്ട് ഗൗരവത്തിൽ അവൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അല്ല വാസു, ഞങ്ങളെ കണ്ടാൽ അമ്മയും മകളും ആണെന്ന് പറയില്ലേ? അതിലെന്ത് സംശയം? രണ്ടുപേരും ഒരേ മുഖലക്ഷണമല്ലേ? മാധവ ചേച്ചിയെ വാർത്തു വെച്ചിരിക്കുന്ന പോലെയല്ലേ രാധയുടെ ശരീരം. ആളെ കാണാതെ സംസാരം കേട്ടാൽ കുഴഞ്ഞത്. നേരിട്ട് കണ്ടില്ലെങ്കിൽ അമ്മയാണോ മോളാണോ എന്ന് ഒരു പിടിയും കിട്ടില്ല. സത്യം, രാധയുടെ ഓരോ ചലനവും മാധവ ചേച്ചിയുടെ തന്നെ, സംശയമില്ല. ആ ലക്ഷ്മി എന്നെ ചതിച്ചോ? കുട്ടികളെ മാറ്റാന്ന് പറഞ്ഞ് എന്നോട് പണം വാങ്ങിയിട്ട് എന്നെ ചതിച്ചോ? കല്യാണി, നീ എങ്കിലും സത്യം പറയണം. രാധയെ കണ്ട എന്റെ മകളാന്ന് തോന്നൂല്ലേ? അവക്ക് എന്റെ മകളക്ഷണം ഇല്ലേ? എന്താ ഇപ്പോഴിങ്ങനെ ചോദിക്കാൻ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. ഇത് നല്ല കൂത്ത്. ഇത് വല്ലവരും പറഞ്ഞു തരണോ? അമ്മയും മകളും ആണെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ? വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. എടീ ലക്ഷ്മി. ചേച്ചി, ഞാൻ പാല് കൊണ്ട് പോവാ. വാസുവിന് തിടുക്കമില്ലെങ്കിൽ രാധ വരുന്നത് വരെ ഒന്നിവിടെ ഇരിക്കാമോ? കല്യാണി ഇവിടെ ഇല്ല. ഞാനൊരു സ്ഥലം വരെ പോയിട്ട് പെട്ടെന്ന് വരാം. ശരി, ഞാനിവിടെ ഇരുന്നോളാം. അത്ഭുതപ്പെടണ്ട, വാസു തന്നെയാണ്. എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. എന്താ വിശേഷിച്ച്? രാധയുടെ അമ്മയൊന്ന് കാണാൻ വന്നതാണ്. എന്നിട്ട് കണ്ടോ? കണ്ടു, സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമാണ്. മാധവിയമ്മ എന്റെ അമ്മയുടെ പഴയൊരു സ്നേഹിതയാണ്. ഓഹോ, അങ്ങനെയാണോ? ശരി, ഇരിക്കൂ, ഞാനിതാ വരുന്നു. വാസു, എന്താ ഇത്? അമ്മേ, അമ്മേ. ഇവിടെ നിന്റെ അമ്മയുമില്ല, അച്ഛനുമില്ല. വാടി ഇവിടെ. വാസു, വാസു, എന്നെ വിടൂ, ഇല്ലെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കും. നിന്റെ വീരപാത പക്ക എവിടെ പോയിടി? എന്നെ വിടൂ, വിടാതെ. വിടറാ പട്ടി. വിടൂ. എന്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം നിന്റെ ആഗ്രഹം നടക്കില്ല. എന്നെ വിടൂ. വിടാ എന്നെ. അയ്യോ, അമ്മേ, എന്നെ വിടാൻ. കല്യാണി, എന്നെ വിടൂ. അമ്മേ, കല്യാണി, ഓടി വരൂ. അയ്യോ, എന്നെ രക്ഷിക്കൂ. അമ്മേ, അമ്മേ. രാജു, 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 ഓടി വരൂ. രാജു, 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 രാജു.
അവൻ ഈ വേല ഇനി ആരോടും കാണിക്കില്ല. രാജു, എന്നെ വിശ്വസിക്കൂ രാജു, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ചേച്ചേ കരയുന്നു. ഞാൻ നിനക്കൊരു ബുക്ക് തരാൻ വന്നതാണ്. ഭാഗ്യത്തിന് നല്ല സമയത്തായിരുന്നു. ദാ കല്യാണി വരുന്നു. വേഗം ചെന്ന് ഉടുപ്പൊക്കെ മാറിക്കോളൂ. ഇവിടെ നടന്നൊന്നും ആരോടും പറയണ്ട. ഞാൻ പോട്ടെ. എന്താ മാധവി പതിവില്ലാതെ? പറയാം, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അതിനെന്താ, പറയാമല്ലോ. രാജു ഇവിടെ ഇല്ലേ? ഇപ്പൊ പുറത്തേക്ക് പോയിട്ട് വന്നു. കുളിക്കാനെന്നും പറഞ്ഞ് അകത്തേക്ക് പോയി. എന്താ രാജുവിനെ തിരക്കിയത്? രാജു എന്നല്ല, മറ്റൊരുത്തരും കേൾക്കാൻ പാടില്ലാത്ത ഒരു പരമ രഹസ്യത്തെ പറ്റിയാ എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് തുറന്നു പറയൂ. എല്ലാവരും പറയുന്നു രാധ എന്റെ തനി പകർപ്പാണെന്ന്, എന്റെ സ്വന്തം മകളാണെന്ന്. അതിന് എന്റെ ലക്ഷണവും സ്വഭാവമൊക്കെ രമണിക്കല്ലേ കിട്ടേണ്ടത്? അവളല്ലേ യഥാർത്ഥത്തിൽ എന്റെ മകള്? ആ, അതും ശരിയാ. ഞാനൊരു സംശയം തീർക്കാൻ വേണ്ടി വന്നതാണ്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് ഭാരതിയുടെ കുട്ടിയെ എനിക്കും എന്റെ കുട്ടിയെ ഭാരതിക്കും കൊടുക്കാന്നായിരുന്നല്ലോ നമ്മുടെ കരാറ്. ലക്ഷ്മി അതുപോലെ ചെയ്തു. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. മാധവി പറഞ്ഞതനുസരിച്ച് ഞാൻ അപ്പോഴേ കുട്ടികളെ മാറ്റി. എന്നെ വിശ്വസിക്കൂ, നിങ്ങളുടെ വീട്ടിൽ വളരുന്ന രാധ ആ ഭാരതിയുടെ മകള് തന്നെയാണ്. അപ്പോ ഭാരതിയുടെ വീട്ടിൽ വളരുന്ന രമണി ഞാൻ പ്രസവിച്ച കുട്ടി തന്നെയാണെന്ന് എനിക്ക് വിശ്വസിക്കാമോ? എന്നെ വിശ്വസിക്കൂ, ഒരു നേഴ്സ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറ്റമാണ് ഞാൻ ചെയ്തത്. ദയവായി അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ. ലക്ഷ്മിയുടെ നാട്ടിൽ നിന്ന് ഇത് കേട്ടാ മതിയായി. എനിക്ക് തൃപ്തിയായി. ഞാൻ ഇറങ്ങട്ടെ. എന്നെ വിശ്വസിക്കൂ, ഒരു നേഴ്സ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറ്റമാണ് ഞാൻ ചെയ്തത്. ദയവായി അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ. ലക്ഷ്മിയുടെ നാട്ടിൽ നിന്ന് ഇത് കേട്ടാ മതിയായി. എനിക്ക് മതിയായി. രാധേ, രാധേ. അപ്പോ എന്റെ അമ്മയുടെ തെറ്റായ ആഗ്രഹങ്ങൾക്ക് രാജുവിന്റെ അമ്മ കൂട്ടുനിന്നു അല്ലേ? മാധവി അമ്മ രാധയുടെ അമ്മയല്ല, രമണിയുടെ അമ്മയാണ്. ഇതിന് തക്ക എന്ത് അപരാധം ആ ഭാരതമ്മ ചെയ്തു? അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ രാധ ആ ഭാരതി അമ്മയുടെ മകളാണ്. എന്റെ രാജു, ഇന്നു മുതൽ ഞാൻ ആരെയാണ് അമ്മയെന്ന് വിളിക്കേണ്ടത്? എന്തൊരു പരീക്ഷണം! എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല. രാധ സമാധാനമായിരിക്കും, എല്ലാം ശരിയാവും. ഭാരതമ്മയ്ക്ക് ഈ രഹസ്യം അറിയാമോ? അതൊക്കെ ഞാൻ എങ്ങനെ പറയാനാണ്? അവർക്കിതൊരു പക്ഷേ അറിയില്ലായിരിക്കും. എന്താ കുഞ്ഞെ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. അല്ല, എന്തോ സംഗതിയുണ്ട്. ഇത്ര അവസരം രാധക്കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഗോപാലൻ ചേട്ടന്റെ വാത്സല്യം ചെറുപ്പം മുതലേ അറിയുന്നവളാണ് ഞാൻ. പക്ഷേ ഇപ്പൊ ഒന്നും എന്നോട് ചോദിക്കരുത്. രാധക്കുഞ്ഞ് എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ആരാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഒരച്ഛന്റെ സ്നേഹം വല്ലപ്പോഴെങ്കിലും എനിക്ക് തന്നിട്ടുള്ളത് ഗോപാലൻ ചേട്ടൻ ഒരാൾ മാത്രമാണ്. മോളെ, രാധക്കുഞ്ഞിന്റെ കഷ്ടപ്പാടും പ്രയാസവും കണ്ട് എനിക്ക് വളർത്താൻ തരാൻ മാധവിയോട് ചോദിച്ചു പോയതാണ് ഞാൻ. എങ്കിൽ സ്വതന്ത്രമായി നിങ്ങളെങ്കിലും എനിക്ക് അച്ഛാന്ന് വിളിക്കാമായിരുന്നല്ലോ. നിന്റെ ദുഃഖത്തിന്റെ ആഴം എനിക്ക് കാണാൻ കഴിയുന്നില്ല കുഞ്ഞെ. ഇനിയും വല്ലതും പറഞ്ഞു പോയാൽ മോള് പോ, മോള് പോ.
എന്താ നാടി ഒരു നോട്ടം? നിന്റെ വായിൽ നാക്കില്ലേ? നാക്ക് തൽക്കാലം ഞാൻ ഉപയോഗിക്കുന്നില്ല. ആ എന്നാ വേണ്ട. പാല് കുറഞ്ഞുപോയി, അതാ ഇത്തിരി വെള്ളം ചേർത്തത്. ജീവിതത്തിൽ തന്നെ മായം ചേർത്തവരല്ലേ നിങ്ങൾ? എന്തോ നാടി? അമ്മ ഇന്നലെ നഴ്സ് ലക്ഷ്മിയുടെ വീട്ടിൽ പോയിരുന്നോ? എന്താ? രാജു പറഞ്ഞു. എന്തു പറഞ്ഞു? നിങ്ങൾ രണ്ടുപേരും പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. പഴയ കാര്യങ്ങളോ? ഞങ്ങൾ അങ്ങനെ ഒന്നും സംസാരിച്ചില്ലല്ലോ. രാജു എല്ലാം കേട്ടെന്ന് പറഞ്ഞു. രാജു എല്ലാം കേട്ടോ? കണ്ടോ മോളെ, മോളുടെ അച്ഛൻ മോൾക്ക് മറക്കാതെ ബർത്ത്ഡേ കാർഡ് അയച്ചിട്ടുണ്ട്. ഇന്ന് തിരുവാതിരയല്ലേ? എന്റെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. മോള് പോയിക്കോളൂ. ഹലോ. ഹലോ, how are you? Fine. Very good. Wish you a happy birthday. Thank you. ഒരു വലിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് പ്ലാൻ ചെയ്തത്. നേരോ? പിന്നെ നമ്മുടെ കമ്പനിക്കാരെ കാത്തിരിക്കുന്നുണ്ട്. Yes, come on. അത് തന്നയച്ചതാണെന്ന് കല്യാണി പറഞ്ഞോ? ശരി, പോയിക്കോളൂ. ബഹുമാനപ്പെട്ട എന്റെ അമ്മേ, ചെറുപ്പം മുതൽ 1000 തവണയല്ല നിങ്ങളെ ഞാൻ അമ്മയെന്ന് വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നെന്റെ 17ാം ജന്മദിനത്തിൽ ആ അർത്ഥത്തിലല്ല ഞാൻ വിളിക്കുന്നത്. ഇന്ന് ഞാൻ അമ്മയെ കാണാൻ വരും. നമ്മുടെ ഇടയിൽ മറഞ്ഞു കിടന്നിരുന്ന ഒരു വലിയ രഹസ്യം പുറത്തറിഞ്ഞു കഴിഞ്ഞു. അതായത് നിങ്ങൾ എന്റെ പെറ്റമ്മയാണ്. ഞാൻ നിങ്ങളുടെ മകളും. നഴ്സ് ലക്ഷ്മിയിൽ നിന്ന് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. സ്വന്തം മകൾ രാധ, എന്റെ മോൾ ഇന്നെന്നെ കാണാൻ വരൂ. എന്നെ അമ്മയെന്ന് വിളിക്കും. ചെല്ലമ്മേ, ചെല്ലമ്മേ. Happy birthday to you. 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 Radhamani, കുയിലേ കുറുകുഴലൂതാൻ വാ, കുറുമൊഴി മുല്ലേ പൂ
എല്ലാവരും പറയുന്നു രാധ എന്റെ തനി പകർപ്പാണെന്ന്, എന്റെ സ്വന്തം മകളാണെന്ന്. അതിന് എന്റെ ലക്ഷണവും സ്വഭാവമൊക്കെ രമണിക്കല്ലേ കിട്ടേണ്ടത്? അവളല്ലേ യഥാർത്ഥത്തിൽ എന്റെ മകള്? എന്നെ വിശ്വസിക്കൂ, നിങ്ങളുടെ വീട്ടിൽ വളരുന്ന രാധ ആ ഭാരതിയുടെ മകള് തന്നെയാണ്. അപ്പോ ഭാരതിയുടെ വീട്ടിൽ വളരുന്ന രമണി ഞാൻ പ്രസവിച്ച കുട്ടി തന്നെയാണെന്ന് എനിക്ക് വിശ്വസിക്കാമോ? ഈ കേട്ടതെല്ലാം നേരാണോ അമ്മേ? അതെ മോളെ, നിന്നെ പ്രസവിച്ചത് ഞാനാണ് അമ്മേ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വിധി അനുവദിച്ചില്ല മോളെ. അപ്പോ ഇതെല്ലാം അമ്മയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു അല്ലേ? അറിയാമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ സത്യം അമ്മ നേരത്തെ തുറന്നു പറഞ്ഞില്ല? എന്തിനെന്നെ ഇത്രയും കാലം ആ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്തി? എന്താണ് അമ്മ ഇതിന്റെയൊക്കെ രഹസ്യം? ഞാൻ മകളാണെന്ന് തുറന്നു പറയാൻ ഇനി എന്റെ അമ്മയ്ക്ക് ശക്തിയില്ലേ? എനിക്ക് ശക്തിയില്ല മോളെ, എനിക്ക് ശക്തിയില്ല. ഇനിയും ഈ അമ്മയെ ഓരോന്ന് ചോദിച്ച് വിഷമിപ്പിക്കരുത്. എന്റെ രാധേ മോളെ, എന്റെ വേദന ഞാൻ ആരോട് പറയും? മോളെ, മോളെ, ശങ്കുണിച്ചേട്ടാ. കല്യാണിക്കുട്ടി, എന്തിനാ നീ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് ചെല്ലമ്മയുടെ അടുത്ത് പറഞ്ഞു വിട്ടത്? എന്താ നിന്റെ മുഖത്തൊരു വിഷമം? എന്തിനാ ഈ ബാഗൊക്കെ? നമുക്ക് ഉടനെ സ്ഥലം വിടണം. സ്ഥലം വിടാനോ? എന്തിന്? എനിക്ക് ഗർഭമുണ്ട്. ഈ വിവരം മാധവമ്മ അറിഞ്ഞാ എന്നെ തല്ലിക്കൊല്ലും. കല്യാണി, നിനക്ക് ഗർഭോ? നീ പറഞ്ഞ നേരാണോ? എന്നാ ആളുകൾ എന്നെയും തല്ലിക്കൊല്ലും. ചേടാ, നിങ്ങൾ എന്തിനാ തല്ലിക്കൊല്ലുന്നത്? നിങ്ങൾക്കാണോ ഗർഭം? എനിക്കല്ലേ? എന്നാ നിനക്ക് ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിയാ പോരെ? എന്നെ കൂടെ കൂട്ടിന് വിളിക്കണോ? അതെ, എന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ അച്ഛൻ നിങ്ങളല്ലേ? വെറുതെ ഇരുന്നിരുന്ന എന്നെ സൈക്കിൾ ഓട്ടം പഠിപ്പിച്ച് ഈ പരുവത്തിലാക്കി. ഇപ്പൊ കടന്നു കളയാൻ നോക്കുന്നു. എന്റെ പൊന്നു കല്യാണിക്കുട്ടി, എനിക്കങ്ങനെ യാതൊരു ഉദ്ദേശവും ഇല്ല. ഒരിക്കൽ നീ തന്ന ഗുരുദക്ഷിണ ഒരിക്കലും തിരിച്ചു വാങ്ങിക്കരുത്. ഗുരുത്വദോഷമാണ്. എനിക്ക് ഒരുപാട് പേരെ പഠിപ്പിക്കാനുണ്ട്. ഞാൻ നാളെ സൗകര്യമായിട്ട് വരാം. ഇങ്ങോട്ട് വാ. ഇത് നിങ്ങളുടെ അവസാനത്തെ പഠിപ്പിക്കില്ല. ഇനി നിങ്ങൾ ആരെയും പഠിപ്പിക്കില്ല. എന്ത് ചെയ്യാ? തലയിലെഴുത്ത് തടവിയാ പോവുമോ? എന്റെ പഠിപ്പീരെല്ലാം ഇന്നത്തോടുകൂടി തീർന്നു കല്യാണിക്കുട്ടി. നീ ബാഗ് എടു, പോവാ. അങ്ങനെ വഴിക്കുവാ. ബാഗിനും ഗർഭമുണ്ടോ? മോളെ, മോളെ. ഞാൻ മോക്കൊരു ഗ്ലാസ് ചായ ഇടാൻ പോയതാ. ആ കല്യാണി എവിടെയോ ഒളിച്ചോടി പോക്കളഞ്ഞു. രാധ വന്നിട്ട് എന്റെ പൊന്നുമോൾ ഉച്ചയൂണും കഴിഞ്ഞ് പോയാ മതി. നോക്കണേ ആ അസത്ത് എവിടെ തെണ്ടാൻ പോയിരിക്കുക. ചൂടാറുന്നതിന് മുമ്പേ കാപ്പി എടുത്ത് കുടിക്കും. എന്താ മോളെ നോക്കുന്നത്? എന്താ മോളെ കരയുന്നത്? പറയൂ മോളെ, എന്താ കരയുന്നത്? നിങ്ങളാണോ എന്റെ അമ്മ? നിങ്ങൾ എന്റെ അമ്മയാണോ ഒന്ന്? സത്യം പറയൂ, എന്നെ പ്രസവിച്ച നിങ്ങളാണോ? ഞാൻ നിങ്ങളുടെ മകളാണോ? പറയൂ.
ശരി, മാധവമ്മ കാത്തിരിക്കുന്നു നിന്നെ. ഞാൻ നടക്കട്ടെ. രാധ പറഞ്ഞു നിങ്ങൾ തമ്മിലെല്ലാം സംസാരിച്ചു എന്ന്. എന്റെ അമ്മ എനിക്ക് പകരം രാധയെ മകളായി സ്വീകരിച്ചു എന്ന്. അപ്പോൾ ഭാരതിയമ്മയും മാധവിയമ്മയും അവരവരുടെ യഥാർത്ഥ മക്കളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അല്ലേ? അതെ, നിങ്ങളുടെ അമ്മമാരെ നിങ്ങൾ അംഗീകരിച്ചു? അംഗീകരിച്ചു. രമണി എന്താ ഒന്നും മിണ്ടാത്തത്? എന്താ രമണി, നിനക്ക് മാധവമ്മയുടെ കൂടെ കഴിയാൻ പ്രയാസം തോന്നുന്നുണ്ടോ? രമണി, സകലവിധ സുഖത്തിലും സ്നേഹമുള്ള ഒരു അമ്മയുടെ പരിലാളനത്തിലും ജീവിച്ച നിനക്ക് സങ്കല്പിക്കാൻ കൂടി സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഞാൻ ജീവിച്ചത്. പക്ഷേ മാധവിയമ്മയുടെ സ്വഭാവം എന്തായാലും അവർ നിന്റെ അമ്മയാണ്, നിന്റെ പെറ്റമ്മ. രമണി ഇത്ര ദുർബലയാകാതിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത പ്രശ്നം നമ്മൾ കൈകാര്യം ചെയ്യുകയാണ്. ഞാൻ മരിച്ചാൽ മതിയായിരുന്നു രവി. ഇത് മരണവേദനയേക്കാൾ വലിയ ദുഃഖമാണ്, ജീവിച്ചുകൊണ്ടുള്ള മരണം. പക്ഷേ ആ രഹസ്യം കാലം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ആ ടേപ്പ് റെക്കോർഡ് നിങ്ങളെ ഏൽപ്പിക്കരുതായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു. എന്നാലും ഇത് എന്തെങ്കിലും അറിയാതിരിക്കുമോ? ചിലരെ വിധി രക്ഷിക്കുന്നു, എന്നെ ശിക്ഷിക്കുന്നു. ഇങ്ങനെ നിരാശപ്പെടാതിരിക്കും രമണി. നിന്റെ വീടും സ്വത്തും നല്ല ഒരമ്മയും എനിക്ക് കിട്ടുമെന്ന് മോഹിച്ചിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എന്നായാലും ഒരിക്കൽ മക്കൾക്ക് പെറ്റമ്മയോടൊപ്പം പോകാതിരിക്കാൻ ഒക്കുമോ? മാധവിയമ്മ എന്നെ വളരെയേറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവരെ പിരിയേണ്ടി വരുന്നത് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്തായിരുന്നാലും ഇന്നലെ വരെ അവരെന്റെ അമ്മയല്ലായിരുന്നോ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി കരഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോവില്ല. ശരി, മാധവൻ എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഈ നിമിഷം മുതൽ അവരുടെ വീട്ടിൽ അവരുടെ മകളായി ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. രാധയെ ഇനി ഒരിക്കലും മകളായി കിട്ടില്ലെന്ന് കരുതി നിന്നെ എന്റെ മകളായി സ്നേഹിച്ചു പോയി. 17 വർഷം ഒന്നിച്ച അമ്മയും മകളുമായി ജീവിച്ചിട്ട് ഇനി നമ്മൾ എന്തിനാണ് മോളെ പിരിയുന്നത്? വേണോ അമ്മേ ആ പാദവിയുടെ കൂടെ തല്ലും കൊണ്ട് പട്ടിണി കിടന്ന് ജീവിക്കാനാണോ എന്റെ മോളെ ഞാൻ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നത്? എനിക്ക് അമ്മയുടെ സ്നേഹമില്ലെന്ന് ധരിക്കരുത്. എനിക്ക് ശക്തി തരൂ. മാധവമ്മ എതിർത്താലും രാധ അവർക്ക് വഴങ്ങുകയില്ല. അമ്മ വിളിച്ചാൽ അവൾ ഉടനെ പോരും. അങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം. അമ്മ വേഗം പോയി രാധയൊന്ന് വിളിച്ചോണ്ട് വരൂ.
എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും മനസ്സിലായി. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ തമ്മിൽ കണ്ടത്. എന്നാലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ കൂടുതൽ പരിചയപ്പെടുത്തണമെന്നില്ല. എടീ, കുടിക്കടി കല്യാണി. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ആ പറഞ്ഞോ. രമണിയും രാധയും അവരുടെ വളർത്തമ്മയും പെറ്റമ്മയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ കുട്ടികൾ ബഹളം ഉണ്ടാക്കും. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ രാധയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. രമണിയെ ഉടനെ ഇങ്ങോട്ട് അയക്കാം. അങ്ങനെ അമ്മയും മകളും കൂടെ നാടകമൊന്നും കളിക്കണ്ട. രാധ എന്റെ മരണം വരെ ഞാൻ ഇവിടെ തന്നെ വളർത്തും. ഇതെന്റെ ഒരു പ്രതികാരമാണ്. എന്നെ വഞ്ചിച്ച നിങ്ങളുടെ ഭർത്താവിനോടുള്ള പ്രതികാരം, തീരാത്ത പ്രതികാരം. എന്റെ ജീവിതം ഈ നിലയിൽ എത്തിച്ചത് ആ കുറിപ്പൊരുത്തനാണ്. അതിന്റെ ഉള്ളുകളികളൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും കുട്ടികൾ അവരവരുടെ അമ്മമാരുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് നമ്മൾ അനുവദിക്കല്ലേ നല്ലത്. ഇത്രയും നാളുകളായിട്ടും നിങ്ങളുടെ പ്രതികാരവും തെറ്റിദ്ധാരണയും തീർന്നില്ലേ? വെറുതെ അതൊന്നും പറഞ്ഞ് സമയം കളയണ്ട. രാധ എന്റെ മകളാണ്. അവൾ ഇവിടെ തന്നെ താമസിക്കും. നിങ്ങളുടെ ആ മകളുണ്ടല്ലോ, ആ അസത്ത് രമണി, അവളെ എനിക്ക് കാണണ്ട. തീർന്നല്ലോ. അമ്മയെല്ലാം അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. ഞാൻ ഇന്ന് തന്നെ ഭാരതിയമ്മയുടെ വീട്ടിലേക്ക് താമസം മാറുകയാണ്. രാധേ, എന്റെ സമ്മതമല്ലാതെ നിനക്ക് തോന്നുന്ന മട്ടിൽ തീരുമാനം എടുക്കാറായോ? ഞാൻ ഈ ഭാരതിയമ്മയുടെ മകളാണ്. അതറിഞ്ഞ സ്ഥിതിക്ക് എന്തിനിവിടെ നിങ്ങളുടെ കൂടെ കിടന്ന് നരകിക്കണം? എന്തു പറഞ്ഞടി? നിന്നെ ഇത്രയും വളർത്തി പഠിപ്പിച്ചിട്ട് അതിന്റെ നന്ദി പോലില്ലാതെ സംസാരിക്കുന്നു. അഴകുള്ളവളെ നോക്കി അമ്മയെന്ന് വിളിക്കുന്നു. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കതിന് നന്ദിയുണ്ട്. പക്ഷേ നിങ്ങൾ എന്റെ പെറ്റമ്മയല്ല. ഞാൻ ഉടനെ പോവുകയാണ്. ആഹാ, നീ പോവോ? ഞാൻ പോകും. ആഹാ, നീ പോവോ? അയ്യോ അമ്മേ, എവിടെ? അയ്യോ, അമ്മേ, അയ്യോ, വേണ്ട. അയ്യോ, എന്റെ മോളെ തല്ലല്ലേ. അയ്യോ, അമ്മേ, എന്നെ തല്ലല്ലേ. അയ്യോ, വേണ്ട. ഭരിക്കാൻ അയ്യോ, അയ്യോ, വേണ്ട. വക്കാലത്ത് കുറെ ആളെ വിളിച്ചിരിക്കുന്നു അല്ലേ? നിന്നെ ഞാൻ കൊന്നോളില്ലേ? നിങ്ങൾ അയ്യോ, അയ്യോ, വേണ്ട. എന്റെ മോളെ കൊല്ലട്ടെ. എവിടെ പോകൂടി? എന്നാ ഒന്ന് പോ.
രാധകുഞ്ഞേ, രാധകുഞ്ഞേ. ആ കുഞ്ഞകത്തുണ്ടോ? എന്താ അടുത്ത വക്കാലത്ത് വാങ്ങിക്കാൻ വന്നിരിക്കണോ? അതേടി, ഒരു അധികാരം ഇല്ലെങ്കിൽ നിന്നോട് 2 വാക്ക് ചോദിക്കാൻ ഞാൻ വന്നിരിക്കുന്നത്. 10-15 കൊല്ലമായല്ലോ ഈ കൊച്ചിനായിട്ട് നീ കൊല്ലാക്കൊല ചെയ്യുന്നത്. അതിന് തന്ത ഉണ്ടായിരുന്നില്ല നടക്കുമായിരുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസമാകും. അതേടി. താൻ ആരാടാ എന്നെ ചകാരിക്കാൻ? എന്ത് പറഞ്ഞു? ഗോപാലന് ശരിക്കും അറിയില്ല. ഈ നാട്ടിൽ വേറെയും പെമ്പിളർ എങ്ങനെയാ വളരുന്നുള്ള ഞങ്ങൾ കാണുന്നുണ്ട്. കല്യാണപ്രായമാര് പെങ്കൊച്ചിനോട് കാണിക്കുന്ന ദുഷ്ടത്തരം. അതിനിപ്പോ തനിക്കെന്താ? എന്റെ മകളാ, ഞാൻ തോന്നുന്നത് ചെയ്യും. ആഹാ, നിനക്ക് അത്ര തന്റെ ഉണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാ രാധകുഞ്ഞിനെ നീ തൊട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. രാക്ഷസി. നോക്കണ്ട, ചിലതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. നീ നടത്തിയ ആൾമാറാട്ടത്തിന്റെ കഥ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഉടനെ ചെയ്തോണം. ഇല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ 2 പേരും ആകെ കുഴിഞ്ഞു നിൽക്കണത് വരച്ചിട്ട. കുറച്ചു മുമ്പാണ് അമ്മ ഈ കാര്യം അറിയുന്നത്. അവരെന്നെ ചീത്ത വിളിക്കാൻ ഇനി ഒന്നും. ഈ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇങ്ങനെ വഴിമുട്ടി നിൽക്കണ്ട. നമുക്കൊന്നേ രാജുവിന്റെ വീട്ടിലേക്ക് പോണം. രാധ വന്നില്ലേ? വരുമെന്ന് തോന്നുന്നില്ല. മാധവൻ അയക്കില്ലായിരിക്കും. പക്ഷേ എന്നെക്കാൾ തന്റെ ഇടമുള്ളവളാണ് രാധ. അവൾ ഒറ്റയ്ക്ക് വന്നോളും. ഞാൻ ഏതായാലും പോട്ടെ. മോളെ, രമണി എന്റെ മോളല്ലെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വിചാരിക്കാൻ പോലും അമ്മയ്ക്ക് ശക്തിയില്ല മോളെ. അമ്മ ഓരോന്ന് പറഞ്ഞ് ഇപ്പോഴുള്ള ധൈര്യം കളയല്ലേ. ഞാൻ പോകുന്നു. മോളെ, മോളെ, അമ്മ ഇതെങ്ങനെ തോന്നും? അമ്മയ്ക്ക് അമ്മ മോളെ എങ്ങനെ യാത്രയാക്കും? അമ്മയ്ക്ക് ശക്തിയില്ല മോളെ, അമ്മയ്ക്ക് ശക്തിയില്ല. ഇവിടെ ആരില്ലേ? ഭാരതിയമ്മ ആവശ്യപ്പെട്ടതനുസരിച്ച് രാധയെ ഞാൻ വിട്ടു തന്നിരിക്കുന്നു. എന്റെ മോൾ രമണിയെ ഉടനെ എന്റെ കൂടെ അയക്കണം. അല്പം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ? അത്രയും നേരം രാധയെ നിങ്ങൾക്കും കാണാമല്ലോ. ഇരിക്കൂ. ഒരു വലിയ രഹസ്യമാണ് ഇപ്പോൾ കലങ്ങി തെളിഞ്ഞത്. ഇതിന്റെ കാരണം ഞങ്ങളെ കൂടെ അറിയിക്കരുതോ? ഞാനും രാധയും തമ്മിൽ എങ്ങനെയാണ് മാറിയത്? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ പറ്റൂ. നിങ്ങൾ 2 പേരും അറിയാതെ ഇത് സംഭവിച്ചിട്ടില്ല. പറയൂ അമ്മേ. അവരോട് ചോദിക്കണ്ട, ഞാൻ പറയാം. ഭാരതിയമ്മയുടെ ഭർത്താവുണ്ടല്ലോ, ആ കുറുപ്പ്, ആ മനുഷ്യൻ മൂലമാണ് അവിവാഹിതയായ ഞാൻ ഗർഭിണിയായത്. ഞാൻ നേരത്തെ എത്തേണ്ടതായിരുന്നു. ഫ്ലൈറ്റ് അല്പം ലേറ്റ് ആയിപ്പോയി. ഇവരൊക്കെ ആരാണ്? ഇതാണ് ഞാൻ പറഞ്ഞ മനുഷ്യൻ, നിങ്ങളുടെ 2 പേരുടെ അച്ഛൻ. 2 പേരുടെ അച്ഛനോ? എന്തോന്ന് ഭാരതി? 17 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഗർഭിണിയാക്കി ഉപേക്ഷിച്ച മാധവിയാണ് ഞാൻ. മാധവിയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. പക്ഷേ ഞങ്ങൾക്ക് 4 പേർക്കും മനസ്സിലായി. ഞങ്ങൾ കണക്ക് പറഞ്ഞു തീർന്നു. ഞാനും ഭാരതിയും ഞങ്ങളുടെ ലാഭവും നഷ്ടവും കൊണ്ട് തമ്മിൽ പിരിയാണ്. ഇത്രയൊക്കെ ആയിട്ടും എന്നെ തിരിച്ചറിഞ്ഞ് സ്വന്തം മകളെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുക്കമല്ല. ഞാൻ എന്റെ മകളെയും കൊണ്ട് പോവുകയാണ്. ഭാരതി, നിങ്ങളുടെയൊക്കെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചു? രമണി, നിൽക്കവിടെ. സത്യം പറയാതെ ഒരടി നിങ്ങൾ മുന്നോട്ട് നീങ്ങരുത്. നിങ്ങളിൽ ആരാണ് യഥാർത്ഥ കുറുപ്പ്?
പറയൂ, നിങ്ങളാണോ എന്നെ വഞ്ചിച്ച ആ മനുഷ്യൻ? ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഇനി നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാം. നമ്മളോട് പോലും പറയാതെ ആനന്ദൻ നാട് വിട്ടത് മാധവിക്ക് ഗർഭമുണ്ടായപ്പോഴായിരിക്കണം. മാധവി, ഇവർ രണ്ടുപേരും ജ്യേഷ്ഠാനിയന്മാരാണ്. നിങ്ങൾ ഒരേ ലക്ഷണത്തിൽ രണ്ട് സഹോദരന്മാരുണ്ടെന്ന് ഈ നിമിഷം വരെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എന്നെ വഞ്ചിച്ചിട്ട് ഭാരതിയെ വിവാഹം ചെയ്തു എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചുപോയി. അതിന് ഞാൻ പ്രതികാരം ചെയ്തു. ഹോസ്പിറ്റലിൽ വെച്ച് കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റിച്ചു. അന്ന് പ്രസവാടിൽ വെച്ച് ഭാരതി കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പം അവക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് എല്ലാരും പുച്ഛിച്ചു. എന്റെ ഭർത്താവാണ് നിങ്ങൾ, ഈ രമണിയുടെ അച്ഛൻ. ഞങ്ങളുടെ കൂടെ വരൂ. മാധവിക്ക് നിർബന്ധമാണെങ്കിൽ ഇപ്പോൾ തന്നെ കൂടെ ചെല്ലു ആനന്ദൻ. ഭാര്യയും മകളോടുമൊത്ത് അല്പസമയം ചെലവാക്കൂ. നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. വാ മോളെ. മോളെ രമണി, നിന്നെ കാണാൻ ഞാൻ വന്നിട്ട്. അച്ഛാ, അച്ഛൻ വിഷമിക്കരുത്. എത്ര സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ലോകത്തിൽ ആർക്കും കിട്ടാനിടയില്ലാത്ത ദുഃഖമാണ് എനിക്ക് കൈവന്നത്. സത്യത്തിൽ കുട്ടികൾ പരസ്പരം മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ രമണിക്ക് ഇവിടെയും രാധയ്ക്ക് അവിടെയും താമസിച്ചുകൂടെ? എന്തെങ്കിലും പറയൂ ഭാരതി, ഇതിനൊരു പോംവഴിയുമില്ലേ? എല്ലാം അപ്രതീക്ഷിതമായിരുന്നത് കൊണ്ടാണ് അച്ഛൻ ഇത്രയേറെ വിഷമം തോന്നുന്നത്. ഞങ്ങൾക്ക് ഇത് ആദ്യം അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. എന്നാലും പരമാർത്ഥത്തിന്റെ മുന്നിൽ പഴങ്ങാതിരിക്കാൻ ഒക്കുമോ? ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നിങ്ങൾ എന്നെ കൂടെ ഒന്ന് അറിയിക്കേണ്ടതായിരുന്നു. കാരണം ഞാനാണല്ലോ ഇതിന്റെയൊക്കെ കാരണക്കാരി. അല്പം മുൻപ് ഗോപാലൻ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. അന്ന് ആശുപത്രിയിൽ വെച്ച് കുട്ടികളെ പരസ്പരം മാറ്റണമെന്നും പറഞ്ഞ് മാധവി എനിക്ക് 300 രൂപ തന്നത് സത്യമാണ്. ഇപ്പൊ പ്രസവിച്ച 2 കുട്ടികളെ തമ്മിൽ മാറ്റണമെന്നും പറഞ്ഞ് മാധവി എനിക്ക് 300 രൂപ തന്നു. അയ്യോ, അതെന്തിനാ വാങ്ങിയത്? മാധവി തന്നപ്പോൾ എതിർത്തൊന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾ ഒന്നിച്ചു വളർന്നവരാണ്. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ കൂട്ടു നിൽക്കില്ല. അത് മഹാപാവമാണ്. എനിക്കിതൊന്നും ഇഷ്ടമല്ല. നമ്മുടെ ഡ്യൂട്ടിക്കും റെസ്പോൺസിബിലിറ്റിക്കും ഇതൊക്കെ എതിരല്ലേ? ആ, അതിനൊരു വഴിയുണ്ട്. 2 അമ്മമാരും അവരവരുടെ കുഞ്ഞുങ്ങളെ ശരിക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും. അങ്ങനെ ഒരു മഹാപരാധം ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെ കൂടെ വളർന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ തന്നെയാണ്. കുഞ്ഞിന് രാധയെന്ന് പേരിട്ടതിന് ശേഷം ആ 300 രൂപ ഞാൻ ബാങ്കിലിട്ടു. ഇന്ന് അതൊരു വലിയ തുകയായി കാണും. ഇതാ പാസ്ബുക്ക്. എന്നാലും എന്റെ മാധവി, ഈ രാധക്കുഞ്ഞിനോട് ഒരിറ്റ് സ്നേഹം കാണിക്കാൻ കഴിയാത്ത നീയാണ് നിർഭാഗ്യവതി. എന്റെ പൊന്നുമോളെ, എന്നോട് ക്ഷമിക്കൂ. എന്റെ മോളെ.